27ാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ നമുക്കായി പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുകയാണ്. ഈ കൺവെൻഷൻ 2ാം ദിനത്തിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 26 വർഷങ്ങളിൽ അതിശക്തമായ വിധത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷനിലൂടെ പ്രവർത്തിച്ച് 10,000-ങ്ങളെ ആഴമേറിയ മാനസാന്തരത്തിലേക്കും കർത്താവായ യേശുക്രിസ്തു നൽകുന്ന സൗഖ്യത്തിലേക്ക്, വിമോചനത്തിലേക്ക് നയിച്ച എത്രയെത്ര അനുഭവങ്ങൾ. തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് ഗ്രൗണ്ടിൽ 1993 സാധാരണക്കാരായ ചില വ്യക്തികളിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്ത വലിയ അത്ഭുതമാണ് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ. അധികം വിദ്യാഭ്യാസമോ പറയത്തക്ക കഴിവുകളോ സാധ്യതകളോ ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരായ മനുഷ്യരെ, ആ മാർക്കറ്റിലെ തൊഴിലാളികളാണ് അവർ. ദൈവത്തിന്റെ വചനം കേട്ട് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് അനേകരെ നയിക്കുവാനുള്ള വലിയ ദാഹം ദൈവത്തിന്റെ ആത്മാവ് ഇവർക്ക് നൽകുകയാണ്. തെറിവാക്കുകളും ചീത്തവാക്കുകളും പലവിധ മ്ലേച്ഛതകളും നിറഞ്ഞ ആ മാർക്കറ്റിനെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിച്ചു. പരിശുദ്ധാത്മ ശക്തിയോടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പിലൂടെ ഇടപെട്ടു. അങ്ങനെയാണ് 1993 ആദ്യത്തെ ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ നടക്കുന്നത്. തുടർന്ന് 26 വർഷങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി കൺവെൻഷനെ കരം പിടിച്ച് നയിച്ചു. കഴിഞ്ഞ വർഷം സ്നേഹബഹുമാനപ്പെട്ട ഡൊമിനിക് വളമനച്ചനായിരുന്നു. 10,000-ങ്ങളാണ് കൂട്ടം കൂട്ടമായി കടന്നു വന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം കേട്ടത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 25ാമത്തെ വാർഷികമായിരുന്നു. സ്നേഹബഹുമാനപ്പെട്ട വട്ടായിലച്ചനാണ് കൺവെൻഷൻ നടത്തിയത്. 10,000-ങ്ങൾ ആ കൺവെൻഷനിൽ വന്ന് കർത്താവിന്റെ വചനം കേട്ട് ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ടു. ഈ കൺവെൻഷനിൽ 2 പ്രാവശ്യം ഈ കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് ഷെക്കേന ടീമിനെ അനുഗ്രഹിച്ചു. ഈ കൺവെൻഷൻ സംഘടിപ്പിക്കുന്ന കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരെനിക്കൊരു മൂപ്പന്മാരെ പോലെയാണ്. ആത്മീയ ശുശ്രൂഷകളിൽ പ്രാർത്ഥിച്ചും പ്രോത്സാഹിപ്പിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും ഷെക്കേനയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ദൈവം എടുത്തുപയോഗിച്ച പാവപ്പെട്ട മനുഷ്യരാണ് അവര്. 27ാമത് ഈ ബൈബിൾ കൺവെൻഷൻ കോവിഡിന്റെ പശ്ചാത്തലത്തില് നമുക്കറിയാം, പൊതു ശുശ്രൂഷകളൊന്നും സാധ്യമല്ലാത്ത ഈ നാളുകളിൽ ഷെക്കേന ടെലിവിഷൻ വഴി ഈ കൺവെൻഷൻ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുവാൻ സ്വർഗം കാണിച്ച സ്നേഹത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രാർത്ഥനയോടെ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ കൺവെൻഷൻ 2ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാമത്തെ തിരുവചനം വളരെ മനോഹരമായൊരു വചനമാണത്. കർത്താവിന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരെ സഹായിക്കുകയാണ്. അവർ കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. എൻ്റെ സഹോദരി സഹോദരങ്ങൾ, എവിടെയെല്ലാം കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആഴമേറിയ മാനസാന്തരങ്ങള്, അത്ഭുത ഡെലിവറൻസുകള്, സൗഖ്യങ്ങള്, വിമോചനങ്ങള്, ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുകൾ നൽകി 10,000-ങ്ങൾ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇന്ന് ലോകം മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മറ്റേത് നാളുകളേക്കാൾ ഉപരി അതിശക്തമായി സഭയിൽ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ
ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലന്മാരെ ബലപ്പെടുത്തുകയാണ്. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മുടെ മധ്യേ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മ അനുഭവത്തിനായി, പരിശുദ്ധാത്മ ശക്തിക്കായി ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ ആത്മാവിന്റെ കാറ്റ് വീശിയടിക്കുവാൻ, സാത്താൻ കോട്ടകൾ തകർന്നു വീഴുവാൻ, കഠിന പാപികൾ മാനസാന്തരപ്പെടുവാൻ, പൈശാചിക ആധിപത്യങ്ങൾ നിർവീര്യമാകുവാൻ, ജനം കൂട്ടം കൂട്ടമായി കർത്താവായ യേശുവിന്റെ നിത്യമായ രക്ഷ സ്വീകരിക്കുവാൻ, പ്രിയപ്പെട്ടവരെ, ഹൃദയം നുറുകി ഒരു മനസ്സോടെ ഈ കൺവെൻഷൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന സമയം. ജീസസ്, 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 ജീസസ്. 51-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. രാജാവായ ദാവീദ് എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എന്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ടാലും, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാലും, എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും, എന്റെ സ്വാധീനങ്ങളും പദവികളും നഷ്ടപ്പെട്ടാലും പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി രാജാവായ ദാവീദ് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സമയം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേക പ്രവാഹം നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ ഷെക്കേന ടെലിവിഷനിലൂടെയും ഓൺലൈൻ വഴിയും ജനലക്ഷങ്ങളാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഇടത്തിലേക്ക് ദൈവശക്തി ഇറങ്ങി വരുവാൻ, ദൈവാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുവാൻ, ദൈവവചനത്തിന്റെ കാറ്റ് നമ്മുടെ മേൽ ആഞ്ഞടിക്കുവാൻ ഹൃദയം തുറന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നാമത്തിന്റെ ശക്തി മനസ്സിലാക്കി, യേശു വചനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് യേശുവിന്റെ കൃപയുടെ സമൃദ്ധിയിൽ പങ്കുപറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിളിക്കുക. യേശുവേ, 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 രാജാവേ. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 2-ാം വചനത്തിൽ ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. കൊടുങ്കാറ്റടിക്കുന്ന പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു കാറ്റിന്റെ അനുഭവത്തിലേക്ക് 10,000-ങ്ങളെ കർത്താവ് ഈ സമയം നയിക്കുകയാണ്. ആത്മാവിന്റെ കാറ്റടിക്കുവാൻ, പൈശാചിക കെട്ടുകൾ പൊട്ടുവാൻ, നാരകീയ മുഖങ്ങൾ ഒടിയുവാൻ, അന്ധകാര കോട്ടകൾ തകർന്നു വിടുവാൻ, പരിശുദ്ധാത്മാവേ, ജീവ കാറ്റായി ഞങ്ങളുടെ മേൽ വീശണമേ. ഇരു കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, Holy Spirit, move. Hallelujah, 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 hallelujah. കോട്ടകൾ തകരട്ടെ, കെട്ടുകൾ അഴിയട്ടെ, മുഖങ്ങൾ ഒടിയട്ടെ. പാപപൈശാചിക ആധിപത്യങ്ങൾ പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ. ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, സഭ മുഴുവനിലേക്കും ആത്മാവിന്റെ കാറ്റ് വീശിയടിക്കട്ടെ. Spirit of God, move. Gloria, gloria, gloria. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക. Holy Spirit, Holy Spirit, വിളിച്ചേ പോരാ. സ്നേഹത്തോടെ വിളിച്ചെല്ലാവരും ഹൃദയം നിറയെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. സ്വർഗത്തിലെ തീ ഇവിടെ കത്തിയിടട്ടെ. അന്ത്യകാലമായല്ലോ, അന്ത്യനാൾ
നാളടുത്തല്ലോ പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ. പരിശുദ്ധാത്മാവേ പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ പാപബോധം നൽകണമേ. ജനം നിറഞ്ഞിടട്ടെ, ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടട്ടെ, ആത്മനദി എങ്ങുമേ ഒഴുകിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പവർ, പവർ. ഒരുമിച്ച് അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ. അന്ത്യകാലമായല്ലോ, അന്ത്യനാളടുത്തല്ലോ പറന്നു പോകാൻ ആത്മശക്തി ഏറ്റെടുത്തിടാ. ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ഇവിടെ ദൈവത്തിന്റെ തീയായി. പരിശുദ്ധാത്മാവേ വരണമേ, പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഇവിടെ കത്തിയിടട്ടെ, ഉയരത്തിലെ കാറ്റ് വീട് അടിച്ചിടട്ടെ, സ്വർഗത്തിലെ തീ ആഗ്രഹിച്ച് കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ ഈ അഭിഷേകം, ഈ ശക്തി ഞങ്ങളിലേക്ക് പകരണമേ, പകരണമേ. ലോകരാജ്യങ്ങളിലേക്ക്, ഭൂഖണ്ഡങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, സമൂഹങ്ങളിലേക്ക് കർത്താവേ പകരുക. ഇരു കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം വ്യാപരിക്കട്ടെ. പൈശാചിക ശക്തികള്, നാരകീയ പോരുകള്, തിന്മയുടെ ആധിപത്യങ്ങള് യേശുനാമത്താൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിനായി എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ. 27ാമത് ദൈവശബ്ദം ഈ ബൈബിൾ കൺവെൻഷനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ലോകത്തിന്റെ പല ദിക്കുകളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആയിരങ്ങളെ പരിശുദ്ധാത്മാവേ ദൈവശക്തിയായി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും ദൈവവചനത്തിന്റെ അമ്മയും തിരുസഭയുടെ നാഥയുമായ പരിശുദ്ധ കന്യകാമാതാവേ, കാലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി പരിശുദ്ധാത്മ അനുഭവത്തിൽ ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സാധിക്കുന്ന എല്ലാവരും വലതുകരം ഉയർത്തിപ്പിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ആത്മനിറവിനു വേണ്ടി. ആവേ ആവേ അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. സ്നേഹത്തോടെ പറഞ്ഞേ, ആവേ 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 മരിയ, അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ ടെലിവിഷനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങളെല്ലാം നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം. ഒപ്പം തന്നെ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കാം. നമ്മൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കും. ദൈവശക്തി വെളിപ്പെടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അതിനെയെല്ലാം ആശീർവദിക്കുന്ന സമയമാണത്. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം
ലോകം മുഴുവനിലും ശക്തിപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവത്തിന് ജനം തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതുപോലെ എല്ലാ തലങ്ങളിലും പിശാച് പിടിമുറുക്കിയിരിക്കുകയാണ്. തിന്മ വളരെയധികം ഇന്ന് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമുക്കറിയാം, പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളും തകർന്നു വീഴും. ഇന്ന് ലോകത്തിന് ആവശ്യം പരിശുദ്ധാത്മ ശക്തിയുടെ വെളിപ്പെടലാണ്. ഇന്ന് കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനമാണ്. ഈ ആത്മാവിന്റെ പ്രവർത്തനം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും ശക്തിയോടെ സംഭവിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്ന 3 കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം വെളിച്ചം വീശുകയാണ്. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിച്ചു. റോമാക്കാർക്ക് ഇത് ലേഖനം 13-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? കാലത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ജീവിക്കണം പ്രിയപ്പെട്ടവർ. എന്താണ് ഈ കാലത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം, മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇന്ന് മതപീഡനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. വിശ്വാസത്തെ പ്രതി ഓരോ ദിവസവും നൂറുകണക്കിന് ക്രൈസ്തവരാണ് ലോകത്തിന്റെ പല ദിക്കുകളിലും രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. കള്ള ക്രിസ്തുമാരും വ്യാജ പ്രവാചകർ ഇന്ന് ലോകത്തിൽ ഒരുപാട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യാപകമായ വിശ്വാസത്യാഗം സഭയ്ക്കുള്ളിൽ തന്നെ വിശ്വാസരാഹിത്യത്തിന്റെ പ്രവർത്തികൾ ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ പുരോഹിതരിലും സമർപ്പിതരിലും പലപ്പോഴും തീഷ്ണത മങ്ങിക്കൊണ്ടിരിക്കുന്നു. കുടുംബജീവിതങ്ങളിൽ വിവാഹേതര ബന്ധങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യുവജനങ്ങളും കുഞ്ഞുങ്ങളും ഇവിടെ വിശുദ്ധി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വ്യാപകമായിട്ടുള്ള വിശ്വാസത്യാഗം, പ്രകൃതിക്ഷോഭങ്ങള്, ദുരന്തങ്ങള്, ഭൂകമ്പങ്ങള് എന്നുവേണ്ട അതിശക്തമായ പാപത്തിന്റെ അതിപ്രസരം തന്മൂലം അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു, ബന്ധങ്ങൾ താറുമാറാകുന്നു, കുടുംബങ്ങളെല്ലാം ഇന്ന് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ്. എന്റെ സഹോദരി സഹോദരങ്ങൾ, ഇതൊന്നും അവിചാരിതമല്ല. വിശുദ്ധ പൗലോസ് സഭയെ അറിയിക്കുകയാണ്, കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വചനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ അറിയിക്കുന്ന 3 കാര്യങ്ങൾ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ: 1 പാപത്തെക്കുറിച്ചാണ്, 2 ദൈവ നീതിയെക്കുറിച്ചാണ്, 3 ന്യായവിധിയെക്കുറിച്ചാണ്. കർത്താവിന്റെ വചനത്തിലോട്ട് നമ്മൾ കടന്നു വരിക. നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? എന്താണ് പാപം പ്രിയപ്പെട്ടവരെ? വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം പാപമാണെന്ന് കർത്താവിന്റെ നിർമ്മലമായ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിശ്വാസമാണ് യഥാർത്ഥത്തിലുള്ള പാപം. ശ്രീ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് വീണ്ടും പറഞ്ഞു, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. ഹല്ലേലൂയ! എന്താ യേശു പഠിപ്പിച്ചത്? അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. എന്താണ് പാപം? അവിശ്വാസമാണ് പാപം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് വീണ്ടും സഭയോട് പറയുന്നത്, റോമാക്കാർക്ക് ഇത് ലേഖനം 14-ാം അധ്യായം 23-ാമത്തെ വചനമാണ്.
അവിടെ പറയുകയാണ് അവസാന ഭാഗത്ത്, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. വിശ്വാസത്തിന് വിരുദ്ധമായി നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത സകലതും പാപമാണെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകുന്നത്. ഇന്ന് നാം കാണുന്ന ഈ ധാർമ്മികമായ അധപതനങ്ങൾക്കും ലോകത്തിൽ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സകലവിധ ദുഷിപ്പുകൾക്കുമുള്ള പ്രധാന കാരണം പാപബോധം നഷ്ടപ്പെട്ടതാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് ഒരു പ്രവാചക ശബ്ദത്തോടെ സഭ മക്കളോട് പറഞ്ഞു, ഈ തലമുറയുടെ ശാപം എന്ന് പറയുന്നത് പാപബോധം നഷ്ടപ്പെട്ടതാണ്, ദൈവഭയം ഇല്ലാതെ പോയതാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ? യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 20-ാം വചനത്തിൽ ഈ തലമുറയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നു. അപ്രകാരം വിളിക്കുന്നവർക്ക് ദുരിതം. എത്ര ഷാർപ്പാണ് കർത്താവിന്റെ വാക്കുകള്! നമ്മൾ ഇന്ന് എന്താ കാണുന്നത്? തിന്മയെ നന്മ എന്ന് വിളിക്കുകയാണ്. തിന്മ തിന്മയായിട്ട് തോന്നുന്നില്ല, പാപം പാപമായിട്ട് തോന്നുന്നില്ല, അശുദ്ധി അശുദ്ധിയായിട്ട് തോന്നുന്നില്ല. അവർ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നു. അപ്രകാരം വിളിക്കുന്നവർക്കെല്ലാം ദുരിതമെന്ന് കർത്താവിന്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഒരു ഡിസീവിംഗ് സ്പിരിറ്റ് ഇന്ന് ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഞ്ചനയുടെ, ചതിയുടെ ഒരു ആത്മാവ്. നമുക്കറിയാം, ചതിയെന്നറിഞ്ഞാൽ ആരും ചതിക്കുഴിയിലോട്ട് പോവുകയില്ല. അതാണ് ചതിയുടെ പ്രത്യേകത. അത് ചതിയാന്ന് അറിയത്തില്ല. അവിടെ ഒരു ട്രാപ്പ് കിടപ്പുണ്ട്, ഒരു കുരുക്ക് കിടപ്പുണ്ടെന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, എലിക്കണിയിലോട്ട് പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ എലിയെ പിടിക്കാൻ എലിക്കണി വെക്കും. എലിക്കണിയിലോട്ട് പോകുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാ, ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാ. എലിക്കറിയത്തില്ല അത് കെണിയാണ്. ആ കെണി പിടിച്ചാൽ തന്റെ ജീവൻ നഷ്ടപ്പെടും, തന്റെ ജീവൻ അപകടത്തിലാകുന്നു. എലി അറിഞ്ഞിരുന്നുവെങ്കിൽ എലി കെണിയിലോട്ട് പോവോ? ഇനി ഇതുപോലെയാണ് അനേകം ജീവിതങ്ങളെ പിശാച് കുരുക്കിക്കളയുന്നത്. അവരറിയുന്നില്ല ഇത് കെണിയാണെന്ന്. ഒരു ഡിസീവിംഗ് സ്പിരിറ്റ്, ചതിയുടെ, വഞ്ചനയുടെ ആത്മാവ് ഇന്ന് അതിശക്തമായി ലോകത്തിലും സഭയിലും പ്രവർത്തിച്ചു കൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആ കെണിയിലോട്ട് എലി ചെന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ആ കെണി വെച്ചിരിക്കുന്നത്. ആ കെണിയിൽ ആകർഷനായി എലി പിടിക്കുന്നതോടുകൂടി എലിയുടെ കഴുത്തിൽ ക്ലിപ്പ് വീണു, എലി കിടന്ന് പെടയ. ഇതുപോലെ പിശാച് പാപത്തിന്റെ, ജഡത്തിന്റെ, അശുദ്ധിയുടെ ക്ലിപ്പിട്ട് മുറുക്കിയ അനേകം ജീവിതങ്ങളുണ്ട്. രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം നിലവിളിക്കുന്ന ഒരുപാട് ജീവിതങ്ങള്. എന്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമുക്ക് നൽകുന്ന ഈ ആലോചനകൾ ഹൃദയത്തുറവിയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോസ്തലൻ പൗലോസ് സഭയെ പഠിപ്പിച്ചു. കൊരിന്തോസ് സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 11:3. ചില വചനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഈ ലൈവ് സമയത്ത് ദൈവത്തിന്റെ ആത്മാ പ്രേരിപ്പിക്കുന്ന ഞാൻ അങ്ങ് പറയാണ്. അവിടെ എന്താ വചനം പറയുന്നത്? സർപ്പം സ്ത്രീയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ. കണ്ടു, ഒരു ചതിയുടെ ആത്മാവ്, ഒരു ഡിസീവിംഗ് സ്പിരിറ്റ്. വീണ്ടും വെളിപാട് 12:9 പറയുന്നുണ്ട്, സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. എന്റെ സഹോദരി സഹോദരങ്ങളെ, പാപം നൽകുന്ന സുഖത്തെ വിട്ടുപേക്ഷിക്കുവാനുള്ള ശക്തമായ തീരുമാനം ഈ നാളുകളിൽ ദൈവജനത്തിനുണ്ടാകണം. ഒരിക്കൽ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, ഒരു കപ്പൽ യാത്രയാണ്. നമുക്കറിയാം, വിമാനത്തെ പോലെ ഇന്ന് പല ഫ്ലൈറ്റുകൾ അങ്ങനെ ആയിട്ടുണ്ട്.
പക്ഷെ കുറച്ച് നാളുകൾക്ക് മുൻപ് നമുക്ക് കാണാൻ പറ്റും, ഈ കപ്പലിന്റെ പ്രത്യേകത ബിസിനസ് ക്ലാസ് അതിന് പ്രത്യേക ഏരിയയുണ്ട്, ഫസ്റ്റ് ക്ലാസ് അതിന് വേറെ ഏരിയയുണ്ട്, സെക്കൻഡ് ക്ലാസ്, പിന്നെ ഈ ലോക്കൽ ക്ലാസ്, അങ്ങനെ പല പല തട്ടുകൾ കപ്പലിൽ കാണാൻ പറ്റും. അങ്ങനെ കപ്പലിങ്ങനെ മുന്നോട്ട് പോവുകയാണ്, കപ്പൽ യാത്ര ആരംഭിച്ചു. അപ്പോൾ ലോക്കൽ ക്ലാസ്സിൽ കുറേ പേര് കയറിയിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ അനൗൺസ് ചെയ്തു, ലോക്കൽ ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്കിപ്പോൾ ബിസിനസ് ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലാം. പ്രത്യേക പൈസയൊന്നും തരേണ്ട ആവശ്യമില്ല. അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. ഈ ലോക്കൽ ക്ലാസ് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, ഇതുപോലത്തെ ഒരു കപ്പിത്താനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ യാത്രക്കാരെല്ലാം ബിസിനസ് ക്ലാസ്സിലോട്ട് ചെല്ലുകയാണ്. മനോഹരമായ മുറികള്, നല്ല നല്ല പരവതാനികള്, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതെല്ലാം കണ്ട് അവരിങ്ങനെ വലിയ സന്തോഷമായി. വീണ്ടും അനൗൺസ്മെന്റ് വന്നു, നിങ്ങൾ നോക്കി നടക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുകയാണ്. ചില ഫ്രൈഡ് റൈസ് കഴിക്കുന്നു, ചില ബിരിയാണി കഴിക്കുന്നു, നൂഡിൽസ് കഴിക്കുന്നു, അത് കഴിഞ്ഞ് അവർ ജ്യൂസ് കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കപ്പിത്താൻ അനൗൺസ് ചെയ്തു, നിങ്ങൾക്ക് വേണം റെസ്റ്റ് എടുക്കാം. നല്ല മനോഹരമായ വിശാലമായ മുറികൾ. പലരും ആദ്യമായിട്ട് ഇത്തരത്തിൽ മുറികൾ തന്നെ കാണുന്നത്. ആ മനോഹരമായ മുറിയിൽ അവര് സന്തോഷത്തോടെ വിശ്രമിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അനൗൺസ്മെന്റ് കേട്ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് കളിക്കാം, പന്ത് കളിക്കാം, ഷട്ടിൽ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം. കാരണം കപ്പലിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ യാത്രക്കാരൊക്കെ ചിന്തിക്കുകയാണ്, എത്ര നല്ല കപ്പിത്താൻ, നമുക്ക് എന്തൊരു ഫ്രീഡമാണ്, നമുക്ക് എന്തൊരു സുഖമാണ്. ചെറിയ ടിക്കറ്റ് എടുത്ത് ഇത്രയും സുഖങ്ങൾ അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടല്ലോ. ഈ കപ്പിത്താൻ നല്ലൊരു മനുഷ്യൻ തന്നെ. ഇവരൊക്കെ ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഈ കളിയും ബഹളമൊക്കെ ആയിട്ട് ഭയങ്കരമായ സുഖത്തിലും ആർഭാടത്തിലും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, അടുത്ത 10 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കപ്പല് ഈ കടലിൽ മുങ്ങി താഴാൻ പോവാ. ഇവരെല്ലാം ഞെട്ടി പറച്ചു. അപ്പോഴാണ് മനസ്സിലായത്, മുങ്ങി താഴാൻ പോകുന്ന കപ്പലിൽ താന്ന് മരിക്കാൻ പോകുന്നവർക്ക് ഒരു ചെറിയ സുഖവും സന്തോഷവും ആർഭാടമൊക്കെ കപ്പിത്താൻ കൊടുത്തു. എന്തായാലും മരിക്കാൻ പോവല്ലേ, കുറച്ച് സുഖിച്ച് വിരങ്ങ് മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം അനുവദിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഇതൊരു കഥയാണെങ്കിലും ഇതിലൊരു ദൂത് കിടപ്പുണ്ട്. ഇതുപോലെയാണ് പിശാച് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. ഏതൊരു പാപത്തിന്റെ ഉള്ളിലും പിശാചൊരു കൊളത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരത് മനസ്സിലാക്കണം. നമ്മൾ നിത്യനാശത്തിലെത്തിക്കുവാൻ, നമ്മെ നിത്യ നരകത്തിന്റെ അടിമകളാക്കി മാറ്റുവാൻ, ഈ തലമുറയെ കർത്താവിന് നിത്യമായ രക്ഷയിൽ നിന്ന് അകറ്റിക്കളയാൻ പിശാച് ഒരുക്കിയിരിക്കുന്ന മഹാകെണിയാണത്. നമുക്കറിയാം, നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ചൂണ്ട കൊണ്ടുപോകും. ഈ ചൂണ്ടയിലെ മീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബൈറ്റ് ഇര, ആ ഇരയാണ് ആ കുളത്തിൽ നമ്മളിങ്ങനെ ആ കുളത്തിൽ ഇങ്ങനെ കയറ്റുന്നത്. ആദ്യമൊക്കെ നല്ല മണ്ണിര, പണ്ട് നാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണാൻ പറ്റും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൊളുത്തിലെ മണ്ണിരയെ കയറ്റി, ഈ മണ്ണിര മീന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മീൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇര. അങ്ങനെ ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ടു. മീൻ ഈ മണ്ണിരയെ കാണുകയാണ്, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണത്. ആ ബൈറ്റ് കണ്ട്, ആ ഇരയെ കണ്ട് മീൻ ആകൃഷ്ടമായിട്ട് ആ ഇരയെ പിടിക്കുവാൻ വേണ്ടി അതിനെ കടിക്കുന്നതോടുകൂടി അതിൽ ഒളിഞ്ഞിരിക്കുന്നൊരു കൊളുത്തുണ്ട്. ആ കൊളുത്ത് മീൻ്റെ ഇവിടെ കയറുകയാണ്. പിന്നെ മീൻ കിടന്ന് പെടയാ, അത് രക്ഷപ്പെടാൻ പറ്റൂ. ഇതുപോലെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഏത് പാപത്തിന്റെ ഉള്ളിലും പിശാച് ഇതുപോലൊരു കൊളത്ത് വെച്ചിട്ടുണ്ട്. ആ കൊളത്ത് നിന്നെ നിത്യ നരകത്തിലെത്തിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനുള്ള അടങ്ങാത്തൊരു ദാഹം നമുക്കുണ്ടാകണം. കാരണം കാലം ആസന്നമായി. നമ്മുടെ കർത്താവിന്റെ
രണ്ടാം വരവ് മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലത്തിന്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ. ഇങ്ങനെ പോയാ മതിയോ? ഇങ്ങനെ ജീവിച്ചാ മതിയോ? ഒരുങ്ങാം വിശുദ്ധിയോടെ. അതുകൊണ്ട് തന്നെ പിശാചൊരുക്കുന്ന സകലവിധ ചതികളെയും നമ്മൾ തിരിച്ചറിയണം. നമ്മളെ നിത്യനാശത്തിലെത്തിക്കാൻ, നമ്മളെ നിത്യ നരകത്തിലെത്തിക്കാൻ സാത്താൻ തീർക്കുന്ന ചില ചതിക്കുഴികളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ദൈവജനം ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആലോചന തരികയാണ്. ഇതിനോട് ബന്ധപ്പെട്ടാണ് പത്രോസ് സഭയെ അറിയിക്കുന്നത്. പത്രോസ് ലീഗ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വചനം. എന്താ പത്രോസ് ലീഗ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളും എന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എത്ര അർത്ഥവത്തായ വചനമാണ് പ്രിയപ്പെട്ടവർ. നമ്മുടെ ആത്മാവിനെതിരെ പോരാടുന്ന, നമ്മുടെ ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ നിത്യരക്ഷയെ നശിപ്പിക്കുന്ന ശരീരത്തിന്റെ പ്രവണതകളിൽ നിന്ന് അതെന്തൊക്കെയാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഗലാത്യ 5:18-19 നമുക്ക് കാണാൻ പറ്റും. ജഡത്തിന്റെ വ്യാപാരങ്ങള്, ഈ ജഡീക വ്യാപാരങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞു മാറണം. കാരണം എന്താ? നമ്മൾ ആരും ഈ ലോകത്തിൽ സ്ഥിരം താമസിക്കാൻ വന്നിട്ടുള്ളവരല്ല. നമ്മളിവിടെ അന്യരാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ പരദേശികളാണ്. ഒരു ദിവസം ഞാനും നിങ്ങളും ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് യാത്ര ചെയ്യേണ്ടവരാണ്. നമ്മുടെ ശാശ്വതമായ ഭവനത്തിലേക്ക് ഈ ചിന്തയിൽ നമ്മൾ വളരണം. അതാണ് പത്രോസ് ലീഗ സഭയെ പഠിപ്പിക്കുന്നത്. നിങ്ങളിവിടെ പ്രവാസികളാണ്. നിങ്ങൾ ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ആത്മരക്ഷയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ജഡീകമായ പ്രവണതകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? കർത്താവ് തരുന്ന ഈ ആലോചന നമുക്ക് എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോട് പറഞ്ഞു, തന്നെഴുതി 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനമാണ്. അവിടെ എന്താ പൗലോസ് പറഞ്ഞെന്നറിയോ? മറ്റൊരു വ്യക്തിയുടെ പാപങ്ങളിൽ നീ പങ്കുചേരരുത്. ആ വചനം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എന്താ വേദപുസ്തകം പറയുന്നത്? മറ്റൊരു വ്യക്തിയുടെ പാപങ്ങളിൽ നീ പങ്കുചേരരുത്. തേനൊലിപ്പിക്കുന്ന വാക്കുകള്, ചക്രവർത്തമാനങ്ങള്, പഞ്ചാരവർത്തമാനങ്ങള്, മുഖസ്തുതിയുടെ വാക്കുകളൊക്കെ പറഞ്ഞ് പലരും വരും. പ്രിയപ്പെട്ടവരെ, ഇതിന് പ്രായമൊന്നൊരു വിഷയമല്ല. പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക, മറ്റൊരു വ്യക്തിയുടെ പാപങ്ങളിൽ നീ പങ്കുചേരരുത്. നീ പങ്കുചേർന്ന് എന്ത് സംഭവിക്കും? അത് അപകടമാണ്. ഹെബ്രായ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ചെന്ന് വീഴുന്നത് ഭയാനകമാണ്. ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ചെന്ന് വീഴുന്നത് ഭയാനകമാണ്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ചില സത്യങ്ങൾ പങ്കുവെക്കുക പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ എന്തുമാത്രം നമുക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും, നമ്മളെ വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും, നമ്മൾ ഒരുപാട് സ്വാധീനിച്ച വ്യക്തികളാണെങ്കിലും, അത് പാപമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പാപത്തിൽ പങ്കുചേരരുത് എന്ന് ദൈവത്തിന് തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ്. വീണ്ടും ദാനിയേൽ പ്രവചനം 11:32 എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. ഉടമ്പടി ലംഘിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ
കർത്താവിന്റെ വചനത്തോട് അല്പസ്വല്പമായി അനുസരണക്കേട് കാണിക്കുന്നവര്, വചനത്തെ വേണ്ടവിധം സ്നേഹിക്കാൻ പറ്റാത്തവര്, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ പറ്റാത്തവരെ എപ്രകാരമാണ് പിശാച് വീഴ്ത്തുന്നത്, എപ്രകാരമാണ് പിശാച് കെണിയിൽപ്പെടുത്തുന്നത്? പ്രവാചകനായ ദാനിയേലിലൂടെ പരിശുദ്ധാത്മ സഭയെ പഠിപ്പിക്കുകയാണ്. ഉടമ്പടി ലംഘിക്കുന്നവരെ മുഖസ്തുതി പറഞ്ഞ് അവൻ വഴിതെറ്റിക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, പലരും വരും. എൻ്റെ യുവജനങ്ങളെ ശ്രദ്ധിക്കണം, കുടുംബസ്ഥരെ ശ്രദ്ധിക്കണം. ചക്രവർത്തമാനങ്ങൾ പറഞ്ഞ്, പഞ്ചാര വർത്തമാനങ്ങൾ പറഞ്ഞ്, തേനൊലിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഇന്ന് മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റു പലതിലൊക്കെ ഇന്ന് എന്താണ് മുഴങ്ങിക്കേൾക്കുന്നത്? ഈ ചക്രവർത്തമാനങ്ങളാണ്. അവരറിയുന്നില്ല അവരെ പിശാച് കുരുക്കുകയാണ്, അവരെ പിശാച് തകർക്കുകയാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നത് പോലെ അവർ കെണിയിൽ അകപ്പെടുകയാണ്. ഈയാംപാറ്റകളെ പോലെ ഇതൊന്നും അറിയാതെ നാശത്തിലേക്ക് പോകുന്ന എത്രയോ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെ കുറിച്ച് അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ആഴമേറിയ അനുതാപമുണ്ടാകും, മാനസാന്തരമുണ്ടാകും. കർത്താവിന്റെ ജീവനുള്ള വചനം കേട്ട് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ യേശുക്രിസ്തുവിനായി സമർപ്പിക്കും. ഹല്ലേലൂയ. ഈ ഒരു തീരുമാനം നമുക്കുണ്ടാകണം. പാപം തരുന്ന എല്ലാ സുഖങ്ങളെയും വിട്ടുപേക്ഷിക്കാനുള്ള തീരുമാനം. ചില സന്ദർഭങ്ങളിൽ പിശാച് നമ്മുടെ ഇമോഷനെ, നമ്മുടെ വൈകാരിക തലങ്ങളെ സാത്താൻ തൊടും. പ്രിയപ്പെട്ടവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ സത്യം എന്നെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. നമ്മുടെ വൈകാരിക തലങ്ങളെ പിശാച് സ്പർശിക്കും. ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി കുറച്ച് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഉപവാസ പ്രാർത്ഥന തുടങ്ങി. 3 ദിവസം കഴിഞ്ഞു. പ്രഭാതത്തിലെ എണീറ്റ് വ്യക്തിപരമായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഹൃദയം തുറന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുക. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ചൂടുള്ള ദോശയുടെ ചട്ടിണി, നല്ല സാമ്പാർ, ഇതെല്ലാം കുട്ടിക്കുഴച്ച് നല്ല ചൂടുള്ള ദോശ ഇങ്ങനെ കഴിക്കുന്ന ആ സ്മെല്ല് ഭയങ്കരമായിട്ട് എനിക്കിങ്ങനെ അനുഭവിക്കാൻ പറ്റും. എൻ്റെ ശരീരത്തിൽ ഞാനത് പ്രകടമായിട്ട് അനുഭവിക്കുകയാണ്. നല്ല ചൂടുള്ള ദോശ കഴിക്കുമ്പോൾ ശരീരത്തിൽ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിങ്ങനെ ശരിക്കും എൻ്റെ ബോഡിയിൽ, എൻ്റെ ശരീരത്തിൽ പ്രകടമായിട്ട് ഞാനത് അനുഭവിക്കുക. ചുറ്റും നോക്കിയപ്പോൾ ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഫാം ഹൗസാണ്. അവിടെ തട്ടുകട പോയിട്ട് അവിടെ ആകെ ഈ പശുക്കളിടുന്ന ചാണകത്തിൻ്റെ സ്മെല്ലും അതിന് മൂത്രത്തിൻ്റെ മണമൊക്കെ ഉള്ളു. ഈ അടുത്ത പ്രദേശത്തൊന്നും ഹോട്ടലിൽ പോയിട്ടൊരു തട്ടുകട പോലുമില്ല. കർത്താവ് ഒരു സത്യം പഠിപ്പിക്കുകയായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ആ ഉപവാസ പ്രാർത്ഥന അവസാനിപ്പിച്ച് ഒരു ഭക്ഷണാസക്തിയിലേക്ക് നയിച്ച് ഭക്ഷണം കഴിച്ച് ആ ഉപവാസം അങ്ങ് ബ്രേക്ക് ചെയ്യണം. ഇത് പിശാചിന്റെ ഒരു തന്ത്രമായിരുന്നു. അതിലൂടെ ഈശ്വര കാര്യം പഠിപ്പിച്ചു. എന്താണ്? ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വൈകാരിക തലങ്ങളെ പിശാച് തൊടും. അപ്പോഴാണ് പാപചിന്തകൾ വരുന്നത്, പാപം ചെയ്യാൻ തോന്നുന്നത്, പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുക, നമ്മുടെ വൈകാരിക തലങ്ങൾ, നമ്മുടെ മനസ്സ്, ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിലാകണം. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് അതിനെ നിയന്ത്രിക്കണം. നമ്മുടെ വൈകാരിക തലങ്ങളെ തൊടുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം. ഹല്ലേലൂയ. ഇത് നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ സത്യം മനസ്സിലാക്കി ഇന്നൊരു തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? പാപം തരുന്ന സുഖം, പിശാച് നൽകുന്ന സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ യേശു മതി, എനിക്ക് യേശു മതി, എനിക്ക് യേശു തരുന്ന ആനന്ദം മതി, എനിക്ക് യേശുവിൻ്റെ സാക്ഷിയാകണം, എനിക്ക് നിത്യജീവൻ മതി. ഈ ഒരു തീരുമാനത്തോടെ ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ നിറഞ്ഞൊഴുകാൻ വേണ്ടി
പ്രത്യേകിച്ച് യുവജനങ്ങൾ, നമ്മുടെ മക്കളിലെല്ലാം ഈ അഭിഷേകത്തിന് തീയിറങ്ങി പിശാച് കെട്ടിവെച്ച ബന്ധനത്തിന്റെ കെട്ടുപൊട്ടി അവർ യേശുവിന്റെ സ്വാതന്ത്ര്യത്തിൽ നിറയപ്പെടുവാൻ ഇരു കരങ്ങളും ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹൃദയം പൊട്ടി എന്ന് വിളിച്ച് യേശുവേ, സ്വരമുയർത്തി വിളിക്കുന്നു യേശുവേ. പരിശുദ്ധാത്മാവ് പാപത്തെ കുറിച്ച് ബോധ്യം നൽകും. സ്പിരിറ്റ് മൂവ്. പാപക്കെട്ടുകൾ അഴിയട്ടെ. പാപത്തിന്റെ ജഡിക സുഖങ്ങൾ നിർവീര്യമാകട്ടെ. പാപത്തിന്റെ വഞ്ചനകള് ചിതറിപ്പോകട്ടെ. ബ്ലസ് ബ്ലസ് ബ്ലസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപബോധത്താൽ ജനം കരഞ്ഞിടട്ടെ, നീതിബോധത്താൽ ജനം നിറഞ്ഞിടട്ടെ. പരിശുദ്ധാത്മാവേ, അനുതാപത്തിന് ആത്മാവായി വരണമേ. പാപബോധത്താൽ ജനം ആമേൻ ആമേൻ. കരഞ്ഞിടട്ടെ. എത്ര പേര് ആഗ്രഹിക്കുന്നു കർത്താവിന്റെ മുൻപിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ, നീതിബോധത്താൽ ചങ്ക് പറിച്ച് കർത്താവിനെ കൊടുക്കുവാൻ. നിറഞ്ഞിടട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവകൾ, നമ്മുടെ ഇങ്ങോട്ട് നോക്കി, നമ്മുടെ ഈ മൊബൈൽ ഇത് കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ലാപ്ടോപ്പ് കർത്താവിന് വിശുദ്ധമാകണം. നമ്മുടെ ഇന്റർനെറ്റ് കർത്താവിന് വിശുദ്ധമാകണം. നമ്മൾ ഉപയോഗിക്കുന്ന സകലതും കർത്താവിന് വിശുദ്ധമാകണം. അതിൽ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതിനോട് നോ പറയാനുള്ള തന്റെ ഇടം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിനുണ്ടാകണം. എത്ര പേരാ വഴിതെറ്റി പോകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, എത്ര പെൺകുഞ്ഞുങ്ങളെ പിശാച് ഇതുപോലെ ചതിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കണം. രണ്ടാമത് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നീതിയെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് കരുണയുടെ ദൈവമാണ്. ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മെ നിത്യ നരകത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുകയല്ല. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇത് 100% യാഥാർത്ഥ്യമാണെങ്കിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതെന്താണ്? ഇതുപോലെ നമ്മുടെ കർത്താവ് നീതിയുടെ ദൈവമാണ്. നീതിയുടെ ദൈവം. എന്താണ് കർത്താവിന്റെ നീതി എന്ന് പറയുന്നത്? പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവ് കരുണയുടെ ദൈവമാണ്, ഒപ്പം നീതിയുടെ ദൈവമാണ്. കരുണ 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 ഇത് മാത്രം പറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അവൻ നീതിയുടെ ദൈവമാണ്. എന്താണ് കർത്താവിന്റെ നീതി? അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. റോമക്കാർക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 4-5 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എന്താ ദൈവത്തിന് തിരുവെടുത്ത് പറയുന്നത്? ദൈവ കരുണയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ്. അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം. വീണ്ടും ദൈവത്തിന്റെ വചനം പറയണം 5-ാമത്തെ വചനത്തിൽ. അപ്പൊ ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ആരും നശിച്ചു പോകരുത്. നമ്മൾ നിത്യജീവൻ പ്രാപിക്കണം. നമ്മൾ കർത്താവിൽ നിത്യരക്ഷ സ്വന്തമാക്കണം. നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കണം. എന്നാൽ ദൈവത്തിന്റെ നീതിയോ? ദൈവത്തിന്റെ ആ വചനം ശ്രദ്ധിച്ച് അത് ഡിസ്പ്ലേ ചെയ്ത് പെട്ടെന്ന് ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ദിനമുണ്ട്, ജഡ്ജ്മെന്റ് ഡേ, വിധി ദിനം. ഇത് കെട്ടുകഥയല്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ പലരും ചിന്തിക്കും ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിലെ പ്രമാണമാണ്. നല്ല പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ പ്രമാണമല്ല. പുതിയ നിയമത്തിലോട്ട് പോവാ. വെളിപാട് പുസ്തകം അവസാനിക്കാൻ പോവുക. അപ്പോസ്തലൻ യോഹന്നാനെ കർത്താവ് കാണിച്ചു കൊടുക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം
12-ാമത്തെ വചനത്തിൽ എന്താണ് കർത്താവിന് തിരുവെഴുത്ത് പറയുന്നത്? ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്. ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. എന്താ നമ്മുടെ കർത്താവ് പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ പൊസിഷൻ അനുസരിച്ചല്ല. നീ ഡോക്ടറാണോ, നീ എഞ്ചിനീയർ ആണോ, നീ പ്രൊഫസറാണോ, നീ ടീച്ചറാണോ, നീ വക്കീലാണോ, നീ ഒരു കർഷകനാണോ, നീ ഡ്രൈവറാണോ, കൂലിപ്പണിക്കാരനാണോ, ഇങ്ങനെ പൊസിഷൻ നോക്കി ഈ ലോകത്തിൽ മാത്രമുള്ള പ്രിയപ്പെട്ടവരെ. ഈ ലോകം വിട്ടുപോയാൽ പിന്നെ പൊസിഷൻ ഒന്നുമില്ല, പിന്നെ പ്രവർത്തികളാണ്. നിന്റെ പ്രവർത്തികൾക്കനുസൃതമായി പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം നമ്മൾ എത്ര ശ്രദ്ധയോടെ ജീവിക്കണം, എത്ര ഗൗരവബോധത്തോടെയാണ് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത്. നിസാരമായ സുഖങ്ങൾക്ക് വേണ്ടി, നിസാരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ഭോഗേച്ഛകൾക്ക് വേണ്ടി നമ്മൾ ഒരിക്കലും നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കണം. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത്, കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 10-ാമത്തെ വചനം. ഇത് എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറിയിട്ടുള്ള ഒരു വചനമാണത്. 1 കൊരിന്തോസ് 3:10. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. ആ വചനത്തിലോട്ട് എല്ലാവരും ഒന്ന് വന്നേ. എപ്രകാരമാണ് ഓരോരുത്തരും പണിയുന്നതെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എപ്രകാരമാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നതെന്ന് ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഇത് നവംബർ മാസമാണ്. തിരുസഭ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ഓർക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന മാസമാണിത്. ഈ വചനത്തിന് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് മുൻപിലിരുന്ന് വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കർത്താവേ, ഈ ലോകത്തിൽ ഞാൻ എപ്രകാരമാണ് ജീവിക്കുന്നത്? ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ, നമ്മുടെ രഹസ്യാത്മകമായിട്ടുള്ള ചില കാര്യങ്ങള്, ചിലപ്പോൾ അമ്മ അറിയുന്നില്ല, അപ്പൻ അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല, ഭർത്താവ് അറിയുന്നില്ല, പ്രിയപ്പെട്ടവർ അറിയുന്നില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനെ ഹൈഡ് ചെയ്യാൻ 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ള കർത്താവിന്റെ കണ്ണുകളെ മറയ്ക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പലരുടെയും ധാരണ ആരും അറിയുന്നില്ല എന്നാ, ആരും സൂത്രത്തിലാണ് പരിപാടി. രഹസ്യാത്മകമായിട്ട് ഇതെല്ലാം കർത്താവ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം പിടിക്കപ്പെടും പ്രിയപ്പെട്ടവരെ. നമ്മള് കർത്താവിന്റെ കരുണ കൊണ്ട് നമ്മളിങ്ങനെ നിന്ന് പോവുക. അവസാനം കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? അതാ പല കേസുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അതെന്തുകൊണ്ടാണ് വരുന്നത്? കർത്താവ് ശിക്ഷിച്ചിട്ടല്ല. കർത്താവിന്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ്. നമ്മൾ നശിച്ചു പോകരുത്, നമ്മൾ തീനരകത്തിലേക്ക് പോകരുത്. ഇത് കർത്താവിന് നിർബന്ധമുണ്ട്. ഈ നിർബന്ധമുള്ളതിനാൽ കർത്താവ് എന്താ ചെയ്യണമെന്നറിയോ? അനുവദിക്കുകയാണ്. ചിലപ്പോ നമ്മൾ പാപത്തിൽ പിടിക്കപ്പെടുന്നു, അത് സമൂഹം അറിയുന്നു, ലോകം അറിയുന്നു. അതിലൂടെ നമുക്കൊരു അനുതാപം ഉണ്ടാകാൻ, മാനസാന്തരം ഉണ്ടാകാൻ ഒറ്റ കൈക്ക് കർത്താവ് ചിലതങ്ങ് അനുവദിക്കും. നമ്മൾ നശിക്കാനല്ല, നമ്മൾ അവകാശപ്പെടാനല്ല, നമ്മുടെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് ജോബിന്റെ പുസ്തകം 34:21 പരിശുദ്ധാത്മാ നമ്മോട് പറയുന്നത്. എന്താ ദൈവാത്മാ പറയുന്നത്? എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ മനുഷ്യന്റെ വഴികളിൽ പതിയുന്നു, അവൻ ഓരടി വെക്കുന്നതും അവിടുന്ന് കാണുന്നു. എന്താ പരിശുദ്ധാത്മാ പറയുന്നത്? മനുഷ്യന്റെ വഴികളിൽ കർത്താവിന്റെ കണ്ണ് പതിയുന്നു. ശ്രദ്ധിക്കണം, CCTVയെക്കാളും
ഇങ്ങോട്ട് നോക്കിയൊരു സെക്കൻഡ്. കർത്താവിൻ്റെ കണ്ണുകൾ എൻ്റെ മേലുണ്ട്. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്താലും, ഞാനിതാ ഇങ്ങോട്ട് മൂവ് ചെയ്താലും, ഞാൻ എങ്ങോട്ട് പോയാലും കർത്താവിൻ്റെ കണ്ണുകൾ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ കണ്ണുകൾ എൻ്റെ മേലുണ്ട്. കർത്താവിനെ മറയ്ക്കാൻ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരടി വെക്കുന്നതും അവിടുന്ന് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. അതുകൊണ്ടല്ലേ ചിലപ്പോൾ ഈ കൃപാവരങ്ങളുള്ള കൗൺസിലേഴ്സൊക്കെ നമുക്ക് ഈ ദൈവശബ്ദം ഈ ബൈബിൾ കൺവെൻഷനിലൊക്കെ നമുക്കറിയാം 10,000 പങ്കെടുത്ത്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നവീകരണത്തിലേക്ക് വന്ന ആദ്യ സമയങ്ങളിലാണ് ഈ കൺവെൻഷൻ്റെ ആരംഭം. ദൈവശബ്ദം ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് ഗ്രൗണ്ടിൽ ആ തൃശ്ശൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ്. അത് പറയുമ്പോൾ ഒരു ആനന്ദമുണ്ട്. ആ ഗ്രൗണ്ടിൽ ഇരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ഒരു ദിവസം ഈ കൺവെൻഷനിൽ സുവിശേഷം പറയാ കർത്താവെ കൃപ ചെയ്യണമേ. കർത്താവ് എത്ര വലിയവനെ പ്രിയപ്പെട്ടവരെ. പല പ്രാവശ്യവും ആ കൺവെൻഷനിൽ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അവിടുന്ന് കരുണ കാണിച്ച 27ാമത്തെ കൺവെൻഷനിൽ ഇപ്പോൾ ഷെക്കേന ടെലിവിഷന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ജനലക്ഷങ്ങളോടാണ് ഈ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വലിയവനാണ്. അപ്പോൾ അവിടെ കൗൺസിലിംഗ് ഉണ്ട്, വെള്ളിയാഴ്ച ദിവസം കുംഭസാരമുണ്ട്. ആയിരങ്ങൾ മാനസാന്തരപ്പെടുകയാ. കൃപാവരങ്ങളിലൂടെയുള്ള കൗൺസിലിങ്ങിലൂടെ രഹസ്യ പാപങ്ങൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ആരും അറിഞ്ഞിട്ടില്ല, പക്ഷെ കർത്താവ് അറിയുകയാണ്. കർത്താവ് വെളിപ്പെടുത്തി, ഈ വ്യക്തി ഇന്ന പാപത്തിൽ പെട്ട് കിടക്കുകയാണ്, ഇന്ന പ്രശ്നം അവനുണ്ട്, ഇന്ന പ്രശ്നങ്ങൾക്കുണ്ട്, ഈ തിന്മകളെ പിടികൂടിയിരിക്കുകയാണ്. കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഈ വെളിപാട് കിട്ടുമ്പോൾ പലർക്ക് അനുതാപം ഉണ്ടാകുന്നു, മാനസാന്തരം ഉണ്ടാകുന്നു, ആ കെട്ട് പൊട്ടുന്നു, മുഖമൊടിയുന്നു, ജീവിതം കർത്താവിനായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയാ. ഇതുപോലെ എത്ര അനുഭവങ്ങൾ ഈ കൺവെൻഷനിൽ നടന്നിട്ടുണ്ടെന്നറിയോ? എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. സാധാരണക്കാരായ മനുഷ്യരാ, ചീത്തിയും തെറിയും പച്ചത്തെറി. നമുക്കറിയാം ഈ മാർക്കറ്റുകളിലൊക്കെ ഉള്ള ഒരു കൾച്ചർ. അതിന്റെ നടുവിൽ യേശുനാമം ഉയരുകയാണ്, ദൈവസ്തുതികൾ ഉയരുകയാണ്, പ്രാർത്ഥനകൾ ഉയരുകയാണ്. എത്ര മിനിസ്ട്രികൾ നമ്മളെ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം അവരുടെ ചില അനുഭവങ്ങൾ, മീറ്റ് ജീസസ് പ്രയർ ടീം ചെയ്യുന്ന അവരുടെ ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ കേൾക്കും. നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം, കരുതണം പ്രിയപ്പെട്ടവരെ. എത്രയെത്ര അനുഭവങ്ങൾ കാണാൻ പറ്റുന്നു. നമ്മൾ തിരിച്ചറിയാം, കർത്താവ് എല്ലാം അറിയുന്നു. നീതിയോടെ അവൻ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. ഈ ലോകം വിട്ട് നമ്മൾ നിത്യത്തിലേക്ക് പോയാൽ പിന്നെ നമുക്ക് ധ്യാനം കൂടാൻ പറ്റുമോ? പറ്റൂ സഹോദര, സാധിക്കുമോ? എൻ്റെ പൊന്നു സഹോദരി, സാധിക്കുമോ? നമുക്ക് മാനസാന്തരപ്പെടാൻ പറ്റുമോ? പിന്നെ അനുദപിക്കാൻ പറ്റുമോ? ഇതുപോലെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പറ്റുമോ? നമുക്ക് വേദപുസ്തകം വായിക്കാൻ പറ്റുമോ? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ ലോകത്തിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് ഗൗരവപൂർവം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ചിന്തിച്ചുകൊണ്ട് ജീവിക്കണം. പ്രതിഫലം നമ്മുടെ കർത്താവും പറഞ്ഞ കാര്യമാണത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എന്താ യേശു പഠിപ്പിച്ചത്? 27-ാമത്തെ വചനം വാക്യം പെട്ടെന്ന് വായിക്കും. 27-ാമത്തെ വചനം എന്താ അവിടെ പറയുന്നത്? മനുഷ്യപുത്രൻ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരെടുത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും തന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ വളരെ ശ്രദ്ധിച്ചാണ്. ഭാര്യയോട് ചെയ്യുന്നത്, ഭർത്താവിനോട് ചെയ്യുന്നത്, അപ്പനോട് ചെയ്യുന്നത്, അമ്മയോട് ചെയ്യുന്നത്, എൻ്റെ സഹോദരനോട് സഹോദരിയോട് ചെയ്യുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് ചെയ്യുന്നത്. ദൈവം എന്നെ നിർത്തിയ മണ്ഡലങ്ങളിൽ ഞാൻ എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്? കൂടെ നിർത്തിയവരെ, കൂടെ നിൽക്കുന്നവർക്ക് ദോഷം ചെയ്യരുത് ദൈവമക്കളെ. നമ്മൾ ശ്രദ്ധിക്കണം. അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചനയാണ്. അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ സജിത് ബ്രദർ പറഞ്ഞില്ലേ, ശക്തിയുടെ പ്രകടനം. അനേകരിലേക്ക് ഈ ദൈവശക്തി കടന്നു വരാത്തതിന്റെ കാരണം ഇത്തരത്തിലുള്ള തിന്മകളാണ്. അനുതാപമില്ല, മാനസാന്തര അനുഭവമില്ല. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കൃപയെ തടയും. കൃപയെ മുടക്കുന്ന ചില പാപങ്ങളുണ്ട്.
അഭിഷേകത്തിന് മങ്ങലേൽപ്പിക്കുന്ന ചില തിന്മകളുണ്ട്. ദൈവശക്തിയെ ബ്ലോക്ക് ചെയ്യുന്ന ചില അശുദ്ധികളുണ്ട്. അതിനങ്ങ് നമ്മളങ്ങ് വലിച്ചെറിയണം. എന്റെ കർത്താവിനെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അഭിഷേകം ധാരാളമായി ഈശോ തരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാകും, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകും. നമ്മൾ ഇന്ന് കേൾക്കും, ഈ കൺവെൻഷൻ ഓർഗനൈസ് ചെയ്ത അല്ലെങ്കിൽ ദൈവശബ്ദം കൂട്ടായ്മയുടെ നെടും തൂണായി ആരംഭത്തിൽ തെരഞ്ഞെടുത്ത കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസനാണ്. എനിക്കൊരു മൂപ്പനെ പോലെയാണ് നമ്മുടെ ബേബിച്ചേട്ടൻ. ബേബിച്ചേട്ടന്റെ പ്രിയപ്പെട്ട മകൻ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടന്നുപോയി. കർത്താവിന്റെ വൈദികനായി. അദ്ദേഹത്തിന് ചില പ്രത്യേകമായ ചില രോഗപീഠകള്, മാരരോഗം പിടികൂടി. എന്നാൽ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ ആ സമയങ്ങളിൽ അധികം നാളായിട്ടുള്ള പട്ടൊന്നും കിട്ടിയിട്ട്, പക്ഷെ ദൈവശക്തി ഇറങ്ങി വന്നു. കർത്താവ് അത്ഭുതകരമായി തൻ്റെ അഭിഷിക്തനെ തൊടുകയാണ്. കൃപ കടന്നു വരികയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന യോഗ്യമായ പാത്രമായി നമ്മൾ മാറുമ്പോൾ ദൈവത്തിന്റെ കൃപയുടെ ശക്തി, ദൈവ സാന്നിധ്യത്തിന്റെ പകർച്ച, ദൈവാനുഗ്രഹത്തിന് നിറവ് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് പകരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക. നമ്മൾ മൂലം മറ്റുള്ളവർ വേദനിക്കരുത്, നമ്മൾ മൂലം മറ്റുള്ളവർ കരയരുത്, മറ്റുള്ളവർക്ക് നമ്മൾ തലവേദനയാകരുത്. ഒരു അനുഗ്രഹമായി, ഒരു കൃപയായി, കർത്താവിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന്റെ അടയാളമായി ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ജീവിക്കണം. ഇത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. മൂന്നാമത് പരിശുദ്ധാത്മ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ന്യായവിധിയെ കുറിച്ചാണ്. ന്യായവിധി ഇതൊരു കെട്ടുകഥയാണോ? അല്ല പ്രിയപ്പെട്ടവരെ. ന്യായവിധി എന്ന് പറയുന്നൊരു തമാശയല്ലാട്ടോ, തമാശയല്ല. എബ്രായ പുസ്തകം 9-ാം അധ്യായം 27-ാം വചനത്തിൽ എന്താ പരിശുദ്ധാത്മാവ് നമ്മെ അറിയിക്കുന്നത്? മരണം, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം. അടുത്ത വചനം, അതിനുശേഷം വിധി. മരണം, അതിനുശേഷം വിധി. ഇത് ദൈവം മനുഷ്യനെ കൽപ്പിച്ചാക്കിയിരിക്കുന്ന വ്യവസ്ഥയാണ്. മരണത്തെ മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും ഒരു കോടതിക്കും സാധിക്കുകയില്ല. മരണശേഷമുള്ള വിധിയെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല. അത് നിത്യസത്യമാണ്, നിത്യസത്യമാണ്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് നിത്യസത്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ തിരുവെഴുത്ത് വീണ്ടും നമ്മോട് പറയുന്നത്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17-ാം അധ്യായം 30-ഉം 31-ഉം തിരുവചനങ്ങൾ. നമുക്ക് ഒരുമിച്ച് ആ വചനം വായിക്കാം. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്ത് മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. എന്താ വചനം പറയുന്നത്? ലോകത്തെ മുഴുവൻ വിധിക്കുവാൻ താൻ നിയോഗിച്ചിരിക്കുന്ന മനുഷ്യൻ അതാരാ? കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പൊ നമുക്കൊരു വിധി കർത്താവുണ്ട്, രണ്ട്, നമുക്കൊരു വിധി ദിവസമുണ്ട്. സംശയിക്കേണ്ട പ്രിയപ്പെട്ടവരെ. എന്നാൽ നമ്മൾ ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വിശുദ്ധ പൗലോസ് സഭയോട് പറഞ്ഞു, റോമാക്കാർക്ക് ലേഖനം 8:1 എന്താ പൗലോസ് പറഞ്ഞത്? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഹല്ലേലൂയ. നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു വചനം ദൈവമക്കളെ. യേശു ക്രിസ്തുവിനോട് ആരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കുന്നുവോ അവർ ശിക്ഷാവിധിയെ പേടിക്കണ്ട, അവർ വിധി ദിവസത്തെ പേടിക്കണ്ട, ഭയാനകമായ ആ ദിനത്തെ ഓർത്തവർ പേടിക്കണ്ട. അവർ നിത്യതയിൽ എപ്പോഴും കർത്താവിനോടൊപ്പമായിരിക്കും. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ തന്നിഷ്ടം പൊന്നിഷ്ടം സ്വന്തം കാരി സിന്ധാബ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയതുപോലെ, എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് അപകടമാണെന്നാണ് പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം നമ്മളെല്ലാം കർത്താവിന്റെ മുമ്പിൽ നിൽക്കണം പ്രിയപ്പെട്ടവരെ. വിശുദ്ധ പൗലോസ് അത് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം
ഒരു യാഥാർത്ഥ്യമായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വചനം പറയുന്നു, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ യാഥാർത്ഥ്യമാണ്, ഒരു ദിവസം ഞാനും നിങ്ങളും ജീവിക്കുന്ന കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടി വരും. ഫേസ് ടു ഫേസ്. നിങ്ങൾ എന്തോ ഭാവന കണ്ടു നോക്കിയേ, കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുക. ഞാൻ പലപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്, കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, 15-ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിനെ സമർപ്പിച്ചു. അന്നു മുതൽ സുവിശേഷ വേല ആരംഭിച്ചു. അനേക രാജ്യങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചു. ഒരുപാട് പേരെ നിത്യരക്ഷയിലേക്ക് നയിക്കാൻ കർത്താവ് കൃപ കാണിച്ചു. നല്ലൊരു സമ്മാനമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് എന്നെ നോക്കിക്കൊണ്ട് പറയുകയാണ്, സന്തോഷ് ഡിസ്ക്വാളിഫൈഡ്. കർത്താവേ, അങ്ങനെ എങ്ങാനും കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം അതാണ്, നമ്മൾ തിരസ്കൃതനായി പോകുന്നത്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാതിരിക്കാൻ, ഞാൻ തിരസ്കൃതനാകാതിരിക്കാൻ, ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ വികാരങ്ങളെ, എൻ്റെ ഇച്ഛകളെ, എൻ്റെ ചിന്തകളെ, എൻ്റെ മോഹങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിൽ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഈ ഒരു ഡിസിപ്ലിൻ ലൈഫ്, കർത്താവിൻ്റെ വചനത്തോട് കീഴ്പ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിത ക്രമം ദൈവമക്കളെ നമുക്കുണ്ടാകണം. ഞാൻ ആ വചനം പറയുകയാണ്, 2 കൊരിന്തോസ് 5:10. എന്താ പൗലോസ് പറയുന്നത്? നമ്മൾ ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്കുള്ള പ്രതിഫലം സ്വീകരിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. നമ്മളെല്ലാവരും വരണം. പൗലോസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയും വിശുദ്ധിയോടെ ജീവിച്ച, കർത്താവിന് ഏറ്റവും പ്രിയങ്കരനായി ജീവിച്ച പൗലോസ് പറയാ, നിങ്ങളെല്ലാവരും നല്ലവർ, നാം എല്ലാവരും ആർക്കും ഒഴികഴിവില്ല. ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒഴികഴിവില്ല. നാം എല്ലാവരും ഒരു ദിവസം കർത്താവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അന്ന് എൻ്റെ കൂടെ പാപം ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുകയില്ല. പാപം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചവരും പാപത്തിനായി എന്നെ ഉപയോഗിച്ചവരും എൻ്റെ കൂടെ കാണത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോ ഭർത്താവോ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ എൻ്റെ അധികാരിയോ ബോസോ അയൽപ്പക്കക്കാരനോ നാട്ടുകാരനോ ആരും കൂടെ ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ആ നിപ്പ് ഒന്ന് ചിന്തിച്ചു നോക്കി. അന്ന് നമ്മൾ ലജ്ജിതരാകാതിരിക്കാൻ, കർത്താവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളെ നാണം കെട്ടു പോകാതിരിക്കാൻ, ഈ ലോകത്തിൽ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടുവിൻ, ആത്മമാരി എങ്ങുമേ പെയ്തിടട്ടെ. ആ വരികളൊന്ന് ചേർന്ന് പാടിയേ. ന്യായവിധിയുണ്ടെന്ന് ഓർത്തിടുവിൻ, ആത്മമാരി എങ്ങുമേ ഒഴുകിടട്ടെ. ഹല്ലേലൂയ. ഇത് സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ കർത്താവിന്റെ കൃപയോട് ചേർത്ത് വെച്ച് പാപം തരുന്ന എല്ലാ സുഖങ്ങളെയും വിട്ടുകളയുക, പാപം തരുന്ന എല്ലാ ആഡംബരങ്ങളെയും സ്വാതന്ത്ര്യത്തെയും വിട്ടുപേക്ഷിക്കുക. കർത്താവിനോട് ഐക്യപ്പെട്ട് എനിക്ക് എൻ്റെ കർത്താവ് മതി, കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട, യേശു മതി. ഒരു തിരിച്ചറിവോടെ തീരുമാനത്തോടെ ജീവിക്കുക. 2, നമ്മുടെ പ്രവർത്തികള് ശ്രദ്ധയോടെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കണം. ആരും അറിയുന്നില്ല, ആരും കാണുന്നില്ലെന്ന് ചിന്തിച്ച് അതും ഇതും ചെയ്താൽ വചനം പറയുന്നുണ്ട്, ജീവിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ചെന്ന് വീഴുന്നത് ഭയാനകമാണ്. ശ്രദ്ധയോടെ ജീവിക്കണം. 3, നമുക്കൊരു വിധി കർത്താവുണ്ട്, നമുക്കൊരു വിധി ദിവസമുണ്ടെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനത്തിനെ കീഴ്പ്പെടുത്തുക. പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ അടിയറവ് പറയുക, പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുക. നമുക്ക് വേണ്ടതെല്ലാം സൗഖ്യമാണ് വേണ്ടത്, അനുഗ്രഹമാണ് വേണ്ടത്, അത്ഭുതമാണ് വേണ്ടത്. പരിശുദ്ധാത്മാവ് തരും. നമ്മൾ അത് കേൾക്കാനായിട്ട് പോവാണ്.
ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേക പ്രാർത്ഥന നിയോഗങ്ങൾ അയച്ചിട്ടുണ്ട്. ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ നമ്മൾ പങ്കെടുക്കുകയാണെങ്കിലും നമ്മൾ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ആൻ ജോഷി, കൊറോണ വന്നതിന് ശേഷം ലോ പ്രഷർ, ബ്ലഡ് ക്ലോട്ട് എന്നിവ മൂലം അമല ഹോസ്പിറ്റൽ ICUവിൽ 12 വയസ്സുള്ള ആൻ ജോഷിക്ക് വേണ്ടി, 12 വയസ്സുള്ള കുഞ്ഞാണ്, ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരുപാട് അപകടകരമായ അവസ്ഥയിൽ എൻ്റെ സഹോദരങ്ങളെ ഹൃദയം പൊട്ടി ആൻ ജോഷി ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സൗഖ്യദായകമായ ശക്തി ഇപ്പോൾ ആ കുഞ്ഞിലേക്ക് കടന്നു വരട്ടെ. ജീസസ് ജീസസ്. ത്രേസ്യാമ തോമസ് വെരിക്കോസ് അൾസർ മൂലം കഷ്ടപ്പെടുന്നു. ഇതുപോലെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്ന നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി. സെറിബ്രൽ പാൾസിയുള്ള ആനി കാർമൽ 8 വയസ്സുള്ളൂ. ദൈവിക ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആ പൊന്നുമോൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. റോബർട്ട് ലക്നോ 12 വർഷമായുള്ള പാർക്കിൻസൺസ് രോഗസൗഖ്യത്തിന് വേണ്ടി. വല്ലാത്തൊരു രോഗമാണ്, വലിയൊരു ക്ലേശമാണ്. നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജോർജ് പ്ലേറ്റഡ് കൗണ്ട് കുറഞ്ഞ് ICUവിലാണ്, അപസ്മാരമുണ്ട്. സ്നേഹ 3 വയസ്സുള്ള കുട്ടിക്ക് ഡയബറ്റിക്, കടുത്ത പ്രമേഹം. ദൈവമേ, ഒരു 3 വയസ്സുള്ള കുഞ്ഞിനെ നമുക്ക് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം. ഇവരിലേക്ക് എല്ലാം സൗഖ്യത്തിന്റെ തീ ഇറങ്ങാൻ, സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കൺവെൻഷൻ 10,000 കൃപയായി മാറട്ടെ. മറ്റു പ്രാർത്ഥന നിയോഗങ്ങള് വിവാഹ തടസ്സം മാറാൻ, ജോലി ലഭിക്കാൻ, അതുപോലെ സൗഖ്യത്തിനായി കടബാധ്യത മാറാൻ, മദ്യപാനം മാറാൻ, കുടുംബസമാധാനം, ക്യാൻസർ രോഗം മാറാൻ, ത്വക്ക് രോഗം മാറാൻ, അലർജി മാറാൻ ഒരുപാട് പേര് അവിടെ ആവശ്യം അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരെ റോസമ ഗ്രേഷ്യസ്, സണ്ണി, മിനി ചാക്കോ, റോബിൻ ആലപ്പുഴ, ബാബു പുതുക്കാട്, ജോഷി ചങ്ങനാശ്ശേരി, രേഷ്മ കൊല്ലം, റോസിലി ആന്റണി, റോസ്മി കുമരകം, സിജിമോള്, ബാബു ചങ്ങനാശ്ശേരി, ആലി സഡൂർ, റീന തിരുവല്ല, റേസ്യാമ ഇടുക്കി, വീനു തൃശ്ശൂര്, ജോസഫ് ആലപ്പുഴ, വീനു കാസർഗോഡ്, ഷിൻഡോ പറവട്ടാനി. യേശുകാരൊക്കെ ഒത്തിരി അയച്ചിട്ട് പറവട്ടാനി പ്രാർത്ഥിക്കാം. ഈശോയെ. ഷാനറ്റ് കുന്നുകുളം, മേരി ജോർജ്, സീതു ചങ്ങനാശ്ശേരി, സോണിയ കണ്ണൂർ, സുധീർ അബുദാബി, ക്രിസ്റ്റഫർ കരുനാഗപ്പള്ളി, ത്രേസ്യാമ തോമസ്, മേരിക്കുട്ടി ചെങ്ങന്നൂർ. ദൈവമേ, ഒരുപാട് ഇത് വായിക്കാൻ പോയ ഒത്തിരി പേര് അയച്ചിട്ടുണ്ട്. 100 കണക്കിന് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ പല ദിക്കുകളിൽ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളാണ് നിയോഗം അയച്ചിരിക്കുന്നത്. എല്ലാവരും ദൈവമക്കളെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. സൗഖ്യശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ നിയോഗങ്ങളിലേക്ക് വിളിക്കുക. അത്ഭുത സൗഖ്യങ്ങള്, അത്ഭുത ഡെലിവറൻസുകള് ഇപ്പോൾ യേശുനാമത്തിൽ സംഭവിക്കാൻ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കാൻ, തലമുറകൾ സ്വതന്ത്രമാക്കപ്പെടാൻ, പാപപൈശാചിക ശക്തികള് തകർന്നു വീഴുവാൻ ഹൃദയം പൊട്ടി വിളിക്കും മക്കളെ. സ്വർഗ്ഗമുയർത്തി വിളിക്കുന്നു യേശുവേ. അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ക്യാൻസർ രോഗികൾ മാറട്ടെ. ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. വിവരസുരക്ഷ രോഗികള്, ഹൃദ്രോഗികള്, ഉദര സംബന്ധമായ രോഗികള്, എല്ല് സംബന്ധമായ രോഗികള് യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളിലേക്ക് കർത്താവേ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. ഭവനം ഇല്ലാത്തവർക്ക് ഭവനം കൊടുക്കണമേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കൊടുക്കണമേ. കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. ആനന്ദം കൊടുക്കണമേ. കൃപ കൊടുക്കണമേ. കരമേറ്റി വിളിക്കുന്നു യേശുവേ. ജീസസ്. പവർ 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 പവർ. ഓ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കട്ടെ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കർത്താവേ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ആശുപത്രിയിൽ കഴിയുന്ന രോഗികളെ സൗഖ്യമാക്കണമേ. കിഡ്നി രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബ്രെയിൻ ട്യൂമർ മാറട്ടെ. കോവിഡ് മൂലം പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ട എല്ലാവരിലേക്കും കർത്താവിന്റെ ശക്തി പ്രവഹിക്കട്ടെ. റിലീസ്. കുടുംബങ്ങളിൽ അഭിഷേകം ഇറങ്ങട്ടെ. പിശാച് കെട്ടിവെച്ച ബന്ധനക്കെട്ടുകൾ പൊട്ടട്ടെ. വർഷങ്ങളായി ചില ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ, കൂട്ടായ്മകളിൽ സാത്താൻ ഇട്ടിരിക്കുന്ന അവന്റെ സകല അടിസ്ഥാനങ്ങളും യേശുനാമത്തിന്റെ ശക്തിയാൽ പൊട്ടി പോകട്ടെ.
ഗ്ലോറിയ, ഗ്ലോറിയ. അഭിഷേകം, അഭിഷേകം. കൈകൾ യാതൊരു നെറ്റിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇടപെടുന്ന സമയം, കർത്താവ് പ്രവർത്തിക്കുന്ന സമയം, അഭിഷേകം വ്യാപരിക്കുന്ന സമയം. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോ. കർത്താവേ, എല്ലാ തലങ്ങളിലേക്ക് അഭിഷേകം കൊടുക്കട്ടെ. ഈ കൺവെൻഷൻ അനുഗ്രഹിക്കണമേ. ഈ കൺവെൻഷന് മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. ഇതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ കർത്താവേ ആശീർവദിക്കണമേ. ഇതിന്റെ സംഘാടകർ അനുഗ്രഹിക്കണമേ. തൃശൂർ പട്ടണത്തെ അനുഗ്രഹിക്കണമേ. കേരള സഭയെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനിലേക്ക് അഭിഷേകം ഇറങ്ങട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. അതിശക്തമായ അഭിഷേകത്തിന്റെ പ്രവാഹം ഇപ്പോഴും എന്റെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന അനുഭവം പരിശുദ്ധാത്മ തന്നുകൊണ്ടിരിക്കുന്ന ദൈവങ്ങളെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് തുറന്നു വരുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. 1-2 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചകളിലും നിങ്ങൾക്കറിയാം, റേമ അത് ലൈവ് ശുശ്രൂഷയാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിയോഗങ്ങൾ, ആവശ്യങ്ങളൊക്കെ നിങ്ങൾ ഇതുപോലെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ എഴുതി അറിയിച്ചോ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ റേമ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ഒരു പുതിയ മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുകയാണ് ഷെക്കേനയിൽ. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കാം. അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒരു വ്യക്തി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിളിക്കേണ്ട സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. സമയം ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെ. അപ്പോൾ 24 മണിക്കൂർ ദിവികാരുടെ സന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എന്ത് ആവശ്യവും ഞങ്ങളെ ഷെക്കേനെ അറിയിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥന ഷെക്കേന ടെലിവിഷൻ നൽകണം. ഇതൊരു ന്യൂ ബോൺ ബേബിയാണ്. 1 വർഷമേ ആയിട്ടുള്ളൂ. ഇനിയും ജനലക്ഷങ്ങളിലേക്ക് ഈ ടെലിവിഷൻ്റെ ശുശ്രൂഷകൾക്ക് അത് റീച്ച് ഉണ്ടാകണം. കൂടുതൽ DTH പ്ലാറ്റ്ഫോമുകളിൽ ഇത് വരുവാൻ വേണ്ടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. അതുപോലെ ഇതിൻ്റെ അനുദിന ചെലവുകൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിച്ചും സാമ്പത്തികമായും കഴിയുന്നത് പോലെ നിങ്ങൾ സഹായിച്ചതിനെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഈ മാധ്യമ ശുശ്രൂഷ കർത്താവിൻ്റെ സഭയ്ക്കും ഈ ലോകത്തിനും അനുഗ്രഹമായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സമയം നമ്മൾ ബിൻഡോ അച്ഛനെ ബിൻഡോ അച്ഛനല്ലേ അല്ലേ നമ്മുടെ ബേബി ചേട്ടൻ അച്ഛൻ കൊണ്ട് വന്നേ. ഹല്ലേലൂയ. ഒരു സന്തോഷമുണ്ട് എനിക്ക് അച്ഛനെ പരിചയപ്പെടുത്തുന്നതിൽ. നമ്മുടെ ദൈവശബ്ദം കൺവെൻഷൻ്റെ നെടുന്തൂണായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബേബി ചേട്ടൻ്റെ പൊന്നുമോനാണ്. ഇന്ന് കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്ത വൈദികനാണ്. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ കർത്താവ് ചെയ്ത മിറാക്കിള് അത് നമ്മളെ തൊടും. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞില്ലേ, കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വിശുദ്ധ പാത്രമായിട്ട് നമ്മൾ മാറുമ്പോൾ പിന്നെ ദൈവകൃപ അങ്ങ് നിറഞ്ഞൊഴുകയാണ്. ദൈവശക്തി ഇടിമിന്നൽ പോലെ അങ്ങ് പ്രവഹിക്കുകയാണ്. അപ്പം അച്ഛൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട ആ സംഭവം അച്ഛൻ തന്നെ നേരിട്ട് പറയും. കുഞ്ഞു ചെറിയ വാക്കുകൾ, 2 മിനിറ്റുള്ളൂ. അത് കഴിഞ്ഞ് ദൈവശബ്ദം ടീമിൻ്റെ അനുഭവം, അവരുടെ പ്രാർത്ഥനകൾ, അവസാനത്തിൽ ആരാധന ശുശ്രൂഷ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ശുശ്രൂഷ. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ ഇറങ്ങി പോകരുത്. ഓൺലൈനിലാണെങ്കിലും ടെലിവിഷനിലാണെങ്കിലും പൂർണ്ണ സമയം നിങ്ങൾ ഇതിൽ പങ്കെടുക്കുക. നമുക്ക് അച്ഛനിലൂടെ ഈശോ ചെയ്ത കാര്യം നമുക്ക് നേരിട്ട് ശ്രമിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സന്തോഷ് പദർ പറഞ്ഞതുപോലെ ഫാദർ ബിൻഡോ കളത്തിൽ. ഫരീദാബാദ് ഡൽഹി രൂപതയ്ക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഡിസംബർ 30-ാം തീയതി മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ചു. ഏതാനും ദിവസങ്ങൾ, കൃത്യമായി പറയുകയാണെങ്കിൽ 5 ദിവസം, ഞാനൊരു ക്യാൻസർ രോഗിയാണെന്ന് മെഡിക്കൽ സയൻസ് വിധിയെഴുതുകയാണ്. ശക്തമായ വലത്തെ ഷോൾഡറിന് വലിയ വേദന മൂലം ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് അറിയുവാൻ സാധിച്ചത്. വലിയ വിഷമം ഒക്കെ ആണെങ്കിൽ പോലും വളരെ വ്യക്തികളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുവാനായിട്ട്
എൻ്റെ അപ്പച്ചൻ പറയുകയും അതുമൂലം നമുക്കൊക്കെ അറിയപ്പെടുന്ന ചില വൈദികരുടെ അടുത്ത്, ഡൊമിനിക് അച്ഛൻ, അതുപോലെ തന്നെ വട്ടായിലച്ചൻ, മറ്റു ബ്രദേഴ്സ്, എൻ്റെ രൂപതയിലെ തന്നെ വൈദികർ, ഇടവക ജനങ്ങൾ, ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥനാ സഹായവും വിശുദ്ധ ബലിയിലൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്നൊക്കെ വാക്ക് തന്നപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ശക്തി, എനിക്ക് ഇതിനെ നേരിടാം എന്നുള്ള ഒരു വലിയൊരു ബോധ്യം എനിക്കുണ്ടാവുകയാണ്. തുടർന്ന് CMC ഹോസ്പിറ്റൽ, വെല്ലൂർ ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോൾ ഓപ്പറേഷന് വേണ്ടി എല്ലാം സജ്ജമാക്കി ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർ പറയുകയാണ്, വലിയൊരു അത്ഭുതം നടന്നിരിക്കുകയാണ്. ഷോൾഡറിൽ 3 ട്യൂമർ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ക്യാൻസർ പൂർണ്ണമായി എടുത്തു മാറ്റിയിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ, പ്രിയമുള്ളവരെ, എനിക്കിന്ന് നിങ്ങളോട് വ്യക്തിപരമായിട്ട് പറയുവാനായിട്ട് സാധിക്കും, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കാണുകയും അതനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് ഒരു സമയം കർത്താവ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ആ സമയത്തിന് വേണ്ടി, ആ അനുഭവത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക എന്നത് മാത്രം. പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോഴും കഴിഞ്ഞ 2 ആഴ്ച മുന്നേ എൻ്റെ ജീവിതത്തിലെ ത്രോട്ടിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ഇന്ന് ഞാൻ നിരാശകനല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. അത് വളരെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ ഞാൻ എന്ത് സഹനം വന്നാലും ഇന്ന് ദൈവത്തോടു കൂടെ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് സന്തോഷത്തോടു കൂടെ ദൈവമക്കൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളോടും ഞാൻ പറയുന്നത് ഒരു കാര്യം മാത്രമാണ്, യേശു ഇന്നും ജീവിക്കുന്നു. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ബിന്ദു അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ അത്ഭുതകരമായ കർത്താവ് കൊടുത്ത സൗഖ്യം കണ്ട ഷോൾഡറിലെ ആ മുഴ കാണുന്നില്ല. വലിയൊരു ഹീലിംഗ് കർത്താവ് കൊടുക്കുകയാണ്. തുടർന്നുള്ള പൗരോഹിത്യ ശുശ്രൂഷ ഇനി ദൈവജനത്തിന് അനുഗ്രഹമായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള സമയം ദൈവശബ്ദം, ആ ലീഡേഴ്സിൻ്റെ ആ പ്രാർത്ഥനയും അവർ ചെയ്യുന്ന മിനിസ്ട്രി, വ്യത്യസ്ത ശുശ്രൂഷകൾ കുറിച്ച് നമ്മളൊരു അല്പസമയം കേട്ട് ആരാധന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-ാം തിരുവചനത്തിലൂടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസ് സഭയിൽ ക്രിസ്തുവിൻ്റെ മറ്റു അവസ്ഥകളെക്കുറിച്ച് പ്രസംഗിക്കാതിരുന്നത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിച്ചതിൻ്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യ ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ സാഹചര്യങ്ങളിലും തകർച്ചയുടെ അനുഭവങ്ങളിലും കഷ്ടപ്പാടുകളുടെയും ദീനരോധനങ്ങളുടെയും മധ്യേ ക്രൂശിതനായ ക്രിസ്തു മാത്രമാണ് സമാധാനം നൽകുവാൻ കഴിവുള്ളവനെന്ന് വിശുദ്ധ പൗലോസ്ലീഹ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, ഇത്തൊരെണ്ണത്തിൽ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യര് അവരുടെ മുറിവേറ്റ സാഹചര്യങ്ങളിലും സാമ്പത്തിക കഷ്ടപ്പാടുകളിലും ജീവിത വ്യതകളിലും പരുപരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവാണ് ഏകമാർഗമെന്നും ക്രിസ്തുവാണ് ആശ്വാസദായകനെന്നും ക്രിസ്തുവാണ് തങ്ങളുടെ ജീവിതങ്ങളെ കരുപ്പിടിപ്പിക്കുവാൻ കഴിവുള്ള ദൈവമെന്നും വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവാനുഭവത്തിൽ നിറഞ്ഞ ഒരു സമൂഹമാണ് പിൽക്കാലത്ത് മീറ്റ് ജീസസ് പ്രയർ ടീം എന്ന പേരിൽ
ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൻ്റെ കംഫോർട്ട് സ്റ്റേഷൻ്റെ ഇടയിൽ, മത്സ്യ മാർക്കറ്റിനും പച്ചക്കറി മാർക്കറ്റിനും ഇടയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം രൂപപ്പെടുവാൻ തുടങ്ങി. തൃശ്ശൂർ അതിരൂപതയുടെ കീഴിൽ പരിശുദ്ധ വ്യാകുലമാതാവിൻ പള്ളിയുടെ മടിമുറ്റത്ത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം വളർന്നു വലുതാകാൻ തുടങ്ങി. ആ സമൂഹത്തിൻ്റെ 1-ാം വാർഷിക ആചരണത്തിലാണ് ഒരു ദൈവശബ്ദം കൺവെൻഷൻ എന്ന പേരിൽ അനേകായിരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുവാനിടയായത്. ഈ കാലഘട്ടത്തിൽ അതിരൂപതയെ നയിച്ചുകൊണ്ടിരുന്ന ബഹുമാന്യനായ പാവങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജോസഫ് കുണ്ടുകുളം പിതാവ് ഈ കൺവെൻഷൻ അനുകൂലമായ തീരുമാനമെടുക്കുവാനും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട വിധത്തിലുള്ള വളർച്ചയ്ക്ക് സാധ്യതയുള്ള കാര്യങ്ങൾ രൂപപ്പെടുവാനും തുടങ്ങി. തുടർന്ന് വന്ന പിതാക്കന്മാർ ഈ രൂപതയോട് ചേർന്ന് ഈ ശുശ്രൂഷയെ വളർത്തുവാനും വലുതുവാക്കുവാനും ദൈവവചനത്തിൽ ആഴപ്പെടുവാനും ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായിട്ട് തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് പ്രത്യേകമായിട്ട് ഒരുക്കി നിയമിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയുടെ ആത്മീയ പിതാവായ ഫാദർ ഷാജൻ തേർമടച്ചൻ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് പിന്നീടുള്ള ശുശ്രൂഷകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുവാനായിട്ട് അധികാരികൾ സഹായിച്ചത്. അതുപോലെ തന്നെ രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടറായ ഫാദർ സജീവ് ഇമ്മട്ടി അച്ഛൻ ഈ കൺവെൻഷൻ്റെ ഈ ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് ഈ സമൂഹത്തോടൊപ്പം നിലനിൽക്കുന്നു. തുടർന്ന് ഈ ശുശ്രൂഷ വളർന്ന് വലുതാകാൻ തുടങ്ങി. തൃശ്ശൂർ ജില്ലയിൽ നിലനിൽക്കുന്ന എല്ലാ ഡ്രൈവേഴ്സിനെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഡ്രൈവേഴ്സ് കൂട്ടായ്മ എന്ന പേരിൽ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാനും ദൈവവചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കുവാനും ജീവിതങ്ങളെ കരുപിടിപ്പിക്കുവാനും ഈ സമൂഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രൂപതയിലുള്ള വിവിധങ്ങളായ സഹോദരിമാരെ ഒരുമിച്ച് കൂട്ടി സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സമൂഹത്തിന് ദൈവം പ്രേരണ നൽകി. അതിനോടനുബന്ധിച്ച് തന്നെ മാർക്കറ്റിലെ വിവിധങ്ങളായ ജീവിത മേഖലകളിൽ വ്യാപരിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിൽ അടിയുറപ്പിച്ച് നിർത്തുവാനും വിശ്വാസത്തിൽ വളർത്തുവാനും ഈ സമൂഹം ഉത്തരോത്തരം അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലഘട്ടത്തിൽ എങ്ങനെ 27ാമത് കൺവെൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ചിന്തയും പ്രാർത്ഥനയും ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ ഷെക്കൈന മിനിസ്ട്രിയുടെ വലതുകരം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദർ സന്തോഷ് നീട്ടി തന്നു. തൽഫലമായിട്ട് ഓൺലൈനിലൂടെ ഈ 27ാമത് കൺവെൻഷൻ നയിക്കുവാനായിട്ട് നിയന്ത്രിക്കുവാനായിട്ട് ദൈവമായ കർത്താവ് ഈ സമൂഹത്തെ സഹായിച്ചു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷനിലൂടെ രൂപപ്പെടുന്ന കൺവെൻഷന് ശേഷം ബാക്കി വരുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ തൃശ്ശൂർ അതിരൂപതയിലെ നിർധനരായ 225 പെൺകുട്ടികളെ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുവാനായിട്ട്, വിവാഹ ജീവിതത്തിലേക്ക് കരപ്പിടിച്ച് ഉയർത്തുവാനായിട്ട് ഈ സമൂഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻറ്റുകൾ, വിദ്യാഭ്യാസം, ഭവനമില്ലാത്ത അങ്ങനെയുള്ള നിർധനരായ ജീവിതങ്ങളിൽ അവരുടെ ആവശ്യമനുസരിച്ച് ഇടപെടുവാനും ഈ സമൂഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ ഈ രൂപതയിലുള്ള നിർധനരായ ഒരുപാട് അനാഥാലയങ്ങളിലേക്ക് പച്ചക്കറിയും അതുപോലെയുള്ള ആവശ്യ വസ്തുക്കൾ വിതരണം ചെയ്യുവാനായിട്ട് ഈ സമൂഹത്തിന് സാധിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി. അതുപോലെ തന്നെ ഈ മാർക്കറ്റും അതുപോലെ ലോകമെമ്പാടുമുള്ള സകല സുവിശേഷ വൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് മീറ്റ് ജീസസ് പ്രയർ ടീമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ലീഡറെയും ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മയുടെ എല്ലാ ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവിടുന്ന് പ്രത്യേകിച്ച് ഈ വർഷത്തെ കൺവെൻഷനിൽ അനേകം മക്കളുടെ മാനസാന്തരം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കർത്താവ് വിശ്വാസത്തിൽ അടിയുറച്ച് കർത്താവ് കൂട്ടായ്മയോട് ചേർന്ന് സഭയോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ട വലിയ കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് താഴ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടെയുള്ള എല്ലാ വ്യാപാരികളെയും അവരുടെ വ്യാപാര സ്ഥാപനങ്ങളെയും സമർപ്പിക്കുന്നു.
കർത്താവെ, എല്ലാ തൊഴിലാളികളെയും അവരുടെ തൊഴിൽ മേഖലകളെയും ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും മറ്റ് അശ്ലീല പ്രവർത്തികൾക്കും കർത്താവായ വ്യഭിചാരത്തിനും അടിമപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ കരുണ വർഷിച്ചവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് താഴ്മയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് പ്രേക്ഷിത വേല ചെയ്യുന്ന ഓരോ മക്കളെയും മിഷണറി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമെന്നും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമെന്നും അങ്ങോട്ട് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന അത്യുത്തരേ ദൈവമേ, അവിടുത്തെ വൻകരങ്ങളിലേക്ക് കൊറോണ എന്ന മഹാമാരിയെ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ മഹാമാരി മൂലം ഈ ഭൂമി മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ കർത്താവേ, എത്രയും പെട്ടെന്ന് അതിനുവേണ്ട വാക്സിൻ കണ്ടുപിടിക്കുവാൻ ലോകരാഷ്ട്രങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹിതാവായ പുണ്യശ്വരി, അവിടുത്തെ കരങ്ങളിലേക്ക് ഭവനങ്ങളിലും ആശുപത്രികളും വൈറസ് രോഗം മൂലം കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് അങ്ങ് ചെയ്തു തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങയോട് ഞങ്ങൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായി നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്താൻ നമുക്ക്. ഈ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിലെ അനേകരെ കർത്താവിൻ്റെ വചനം കേട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ആസക്തികൾക്കും ദുരാശകൾക്കും തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന സഹോദരങ്ങള് ഇന്ന് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അനേകരെ യേശുവിലേക്ക് കടന്നു വരുന്ന ആ രക്ഷാകരമായ അനുഭവം പേറിക്കൊണ്ട് കർത്താവെ, ഇന്ന് ഈ ലോകമെമ്പാടുമുള്ള സകല ജനപദങ്ങളിലേക്കും യേശുവിൻ്റെ ആത്മാവ് കടന്നു വരുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സകലരും ഉറക്കെ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, മഹത്വം, 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 മഹത്വം. ഇന്നോളം കർത്താവേ, അവിടുന്ന് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവേ, 27 കൺവെൻഷനുകൾ നടത്തുവാൻ അവിടുന്ന് കൃപ നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സകല മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. കരങ്ങളടിച്ചു പാടാം, നമുക്ക് കരങ്ങളടിച്ചു പാടാം. മാർക്കറ്റിലെ കൺവെൻഷനെ അനുഗ്രഹിക്കണേ നാഥാ. സുവിശേഷത്തിൽ ചൈതന്യത്ത ജനതകൾ ഉണരാൻ കനിയോ. മാർക്കറ്റിലെ കൺവെൻഷനെ അനുഗ്രഹിക്കണേ നാഥാ. സുവിശേഷത്തിൽ ചൈതന്യത്ത ജനതകൾ ഉണരാൻ കനിയോ. സമയം പൂർത്തിയായിതാ യേശുനാഥൻ അരുളുന്നു. സമയം പൂർത്തിയായിതാ യേശുനാഥൻ അരുളുന്നു. സമയം പൂർത്തിയായിതാ യേശുനാഥൻ അരുളുന്നു. സമയം പൂർത്തിയായിതാ യേശുനാഥൻ അരുളുന്നു. മാനവരെല്ലാം മനസ്സു തിരിഞ്ഞ് ദൈവരാജ്യം കാണട്ടെ. മാനവരെല്ലാം മനസ്സു തിരിഞ്ഞ് ദൈവരാജ്യം കാണട്ടെ. ദൈവരാജ്യം കാണട്ടെ. മാർക്കറ്റിലെ കൺവെൻഷനെ അനുഗ്രഹി
സുവിശേഷത്തിൻ ചൈതന്യത്ത ജനതകൾ ഉണരാൻ കനിയോ. ഓ പരിശുദ്ധാത്മാവേ, സകല ജനപദങ്ങളിലേക്കും യേശുവിൻ്റെ ആത്മാവ് കടന്നു വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൃശൂർ ശക്തൻ തമ്പുരാൻ മാർക്കറ്റിനെ ചന്തയായിരുന്ന ആ ചന്തയെ ദേവാലയമാക്കിയ ഈ കൂട്ടം ജനപദങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൻ ധ്യാനവുമായി ഔദാരത്തിൻ ഹൃദയവുമായി, തിരുവചനത്തിൻ ധ്യാനവുമായി ഔദാര്യത്തിൻ ഹൃദയവുമായി, സ്നേഹവിരുന്നും കൂട്ടായ്മയുമായി പുതിയൊരു തലമുറ വളരട്ടെ. സ്നേഹവിരുന്നും കൂട്ടായ്മയുമായി പുതിയൊരു തലമുറ വളരട്ടെ, പുതിയൊരു തലമുറ വളരട്ടെ. മാർക്കറ്റിലെ പ്രാർത്ഥന ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണേ നാഥാ. സുവിശേഷത്തിൻ ചൈതന്യത്ത ജനതകൾ ഉണരാൻ കനിയോ. മാർക്കറ്റിലെ വ്യാപാരികളെ അനുഗ്രഹിക്കണേ നാഥാ. സുവിശേഷത്തിൻ ചൈതന്യത്ത ജനതകൾ ഉണരാൻ കനിയോ. മാർക്കറ്റിലെ തൊഴിലാളികളെ അനുഗ്രഹിക്കണേ നാഥാ. സുവിശേഷത്തിൻ ചൈതന്യത്താൽ ജനതകൾ ഉണരാൻ കനിയോ. ജനതകൾ ഉണരാൻ കനിയോ. ജനതകൾ ഉണരാൻ കനിയോ. ജനതകൾ ഉണരാൻ കനിയോ. നമ്മൾ അല്പസമയം ദിവ്യകാരുണ്യ സന്നിധി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 27ാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷൻ 2ാം ദിനത്തിൽ കർത്താവ് ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ, തുടർന്നും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും കൂട്ടായ്മകളിലെല്ലാം കർത്താവിൻ്റെ അത്ഭുത ശക്തി നിറയാൻ നമ്മൾ അല്പസമയം മാത്രം ദിവ്യകാരുണ്യ സന്നിധി നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായി ഒരു മനസ്സോടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. മക്കളെ, ഇത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് സ്തുതിച്ച് ഈശോനാമം വിളിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു യേശുവേ, ഈശോയേ, 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 ഇരു കരങ്ങളും ദിവ്യകാരുണ്യയുടെ മുമ്പിലേക്ക് യാചനയോടെ തുറന്നു പിടിക്കുക. കർത്താവ് തന്റെ കൃപയുടെ കരങ്ങൾ നീട്ടി നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം ദിവ്യകാരുണ്യത്തിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ ശക്തി പുറപ്പെടുകയാണ്. നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, ലോകം മുഴുവനിലേക്കും കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന സമയം വിശ്വാസത്തോടെ വിളിക്കുന്നു യേശുവേ, ഈശോ, ഈശോ, ഈശോ. ജീവിക്കുന്ന കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആരാധന, അങ്ങേക്ക് ആരാധന, ആരാധന. ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നിയോഗങ്ങളിലേക്ക്, എല്ലാ ആവശ്യങ്ങളിലേക്ക് വരണമേ. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളെ ആശീർവദിക്കണമേ. ഈശോ, 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 ഈശോ. ശക്തി പുറപ്പെടട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. കർത്താവേ, രക്തസ്രാവക്കാരി സ്ത്രീ വസ്ത്രത്തിന് വെളിപ്പിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക്, ദുഃഖ ദുരിതങ്ങളിലേക്ക്, ഞങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക് കർത്താവേ ശക്തി പുറപ്പെടട്ടെ. ഈശോ, 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 ഈശോ. ആരാധന, ഇരുകരങ്ങളും ഉയർത്തി, ഇരുകരങ്ങളും ഉയർത്തി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നൽകുന്ന സൗഖ്യത്തിനായി, യേശു
നൽകുന്ന വിമോചനത്തിനായി, കർത്താവിന്റെ കൃപാവരങ്ങൾക്കായി, കർത്താവ് നൽകുന്ന സമാധാനത്തിനായി, കർത്താവിന്റെ സാന്നിധ്യത്തിനായി ആഗ്രഹിച്ചുകൊണ്ട് സംഘമൊട്ടി ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. എല്ലാവരും ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കേ. കൃപ ഒഴുകുന്ന സമയം, അഭിഷേകം വ്യാപരിക്കുന്ന സമയം, കെട്ടുകൾ പൊട്ടുന്ന സമയം, മുഖങ്ങൾ ഒടിയുന്ന സമയം, ഉച്ചത്തിൽ വിളിക്കുന്നു യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. വേദനിച്ചിരിക്കുന്നവരെ, തകർന്നിരിക്കുന്നവരെ, പീഡിതരായവരെ കർത്താവെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, അഭിഷേകം നിറയട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ തിരുച്ചോര നമ്മുടെ കുടുംബങ്ങളിൽ ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അത് വീഴട്ടെ. ഹല്ലേലൂയ. സാധിക്കുന്നവർ ഈ സമയം കരങ്ങൾ പരസ്പരം കോർത്തു പിടിക്കുക. ഒരു കുടുംബമായി ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, യേശുവിൻ്റെ കറയില്ലാത്ത രക്തം അത് അമൂല്യമാണ്, പരിശുദ്ധമാണ്. സാത്താന്റെ തലയെ തകർത്ത യേശുവിൻ്റെ തിരിച്ചോര വിളിച്ച് പ്രാർത്ഥിക്കുക. തോബിയത്തിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്, തോബിയാസ് വിശുദ്ധ റാഫേലിന്റെ നിർദ്ദേശപ്രകാരം ആ മീനിന്റെ ചങ്കും കരളിട്ട് പുകച്ചു കഴിഞ്ഞപ്പോൾ അസമുദൂസ് എന്ന് പറയുന്ന ദുഷ്ടപിശാച് ആ മണമടിച്ച് ഈജിപ്തിന് അങ്ങേയറ്റത്തേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരിച്ചോരയ്ക്ക് എന്തുമാത്രം അത്ഭുത ശക്തി ഉണ്ടായിരിക്കും. കർത്താവിന്റെ തിരിച്ചോര നമ്മുടെ മേൽ വീഴുവാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ഈ സമയം കർത്താവിന്റെ തിരിച്ചോര ഒഴുകപ്പെടുവാൻ, നമ്മുടെ തലമുറകളിലേക്ക്, മക്കളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മാതാപിതാക്കളിലേക്ക്, സഹോദരി സഹോദരങ്ങളിലേക്ക്, നമ്മുടെ വ്യാപാരങ്ങളിലേക്ക്, നമ്മുടെ നിയോഗങ്ങളിലേക്ക് എല്ലാം കർത്താവിന്റെ തിരിച്ചോരൊഴുകപ്പെടുവാൻ, ലോകം മുഴുവനിലേക്കും, ലോകരാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, തിരുസഭയിലേക്ക്, സഭാ കൂട്ടായ്മകളിലേക്ക് കർത്താവിന്റെ തിരിച്ചോര വീഴുവാൻ ഹൃദയം നുറുങ്ങി വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, അറുക്കപ്പെട്ട മുറിക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുത സൗഖ്യങ്ങൾ, അത്ഭുത വിടുതലുകൾ, അത്ഭുത അഭിഷേകങ്ങൾ അനേകായിരങ്ങളിലേക്ക് ഒഴുകപ്പെടട്ടെ. കർത്താവേ, ഈ കൺവെൻഷനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആയിരങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്. ആമേൻ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവേ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ ശക്തിയുണ്ട്, ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാൽ. There is power, power, wonder working power in the blood of the Lamb. There is power, power, wonder working power in the precious blood. ഓർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തി പിടിച്ച്. The blood of the Lamb. There is power, power, wonder working power in the precious blood. ഒരിക്കൽ കൂടെ വിളിക്കുന്നു. ശക്തിയുണ്ട്, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ. ശക്തിയുണ്ട്, ശക്തി, അത്ഭുത ശക്തി. കോർത്ത് പിടിച്ച് ഉയർത്തി പിടിച്ച് ചങ്ക് പൊട്ടി 3 പ്രാവശ്യം വിളിക്കുന്നു. യേശുവേ, ശക്തി, യേശുവിന്റെ രക്തമേ, ഒഴുകിയിറങ്ങണമേ. പൈശാചിക കെട്ടുകള്, നാരക ബന്ധനങ്ങള്, പാപരോഗ ശാപബന്ധനങ്ങള്, തിന്മരാധിപത്യങ്ങള്, കലഹത്തിന്റെ, വെറുപ്പിന്റെ, അശുദ്ധിയുടെ, ജഡമോഹങ്ങളുടെ സകല ദുരാത്മാക്കളും യേശുവിന്റെ തിരിച്ചോരയുടെ അനന്തമായ ശക്തിയ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് ഈശോ നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്.
ഹൃദയം നുറുങ്ങി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ 2ാം ദിനത്തിലെ കൺവെൻഷന്റെ ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിച്ചു. നാളെ 3ാം ദിനത്തിൽ സ്നേഹബഹുമാനപ്പെട്ട ഡാനിയേൽ പുണത്തിലച്ചനാണ് നമുക്കായി വചനം ശുശ്രൂഷിക്കുന്നത്, വചനത്തെ മുറിച്ചു നൽകുന്നത്. 10,000 കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ മൗനമായി ദൈവശബ്ദം ടീമിന് വേണ്ടി, മീറ്റ് ജീസസ് പ്രയർ ടീമിന് വേണ്ടി, സ്പിരിച്വൽ ഫാദർ ഷാജൻ തെരമടച്ചിന് വേണ്ടി, രക്ഷാധികാരിയെ അഭിയനിയ ആൻഡ്രൂസ് താഴ്ത്തി പിതാവിന് വേണ്ടി, ടോണി പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കേരള സഭയെ നമുക്ക് ഓർക്കാം. എല്ലാറ്റിനുമേലും കർത്താവിൻ്റെ കൃപയുടെ സമൃദ്ധി നിറഞ്ഞൊഴുകുവാൻ പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോയെ, 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 ജീവിക്കുന്ന കർത്താവേ, ജീവനുള്ള ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, നിറയട്ടെ, 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 നിറയട്ടെ. എല്ലാവരിലേക്കും ദൈവശക്തി നിറഞ്ഞൊഴുകട്ടെ, ദൈവ സാന്നിധ്യത്തിന്റെ പ്രകാശം ഉണ്ടാകട്ടെ. ഈശോയെ, 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 ഈശോ, 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 ഈശോ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.